എൻക്ലെക്സാരൻ ഓസ്കി എന്നൊക്കെ പറയുന്ന എക്സാം മിക്ക നഴ്സസിനും ഒരു പുതിയൊരു കാര്യമാണ്. നഴ്സസിൻ്റെ കരിയർ വെച്ച് നോക്കുവാണെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ഒരു കൺട്രി ഓസ്ട്രേലിയ ആണ്. കുറേ ഫേക്ക് പ്രോമിസസ് കൊടുത്തിട്ടൊക്കെയാണ് പലരും കാൻഡിഡേറ്റ്സിനെ ക്യാൻവാസ് ചെയ്യുന്നത്. ഒരു നെഗറ്റീവ് റിവ്യൂ പോലും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരുടെ അടുത്തൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് മാത്രമാണ് അവൈലബിൾ അല്ലാണ്ടിരിക്കാറുള്ളൂ. ഞാൻ ലാംഗ്വേജ് ടെസ്റ്റ് മാത്രം കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് ഓസ്ട്രേലിയയിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ട്. ഇന്ത്യയിലെ നമ്പർ 1 എൻക്ലെക്സാരൻ കോച്ചിങ് സെൻറ്റർ വരെ ഡെസ്മ ഇന്റർനാഷണലാണ് പേപ്പർ വർക്ക് ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. പ്രാക്ടിക്കൽ എക്സാമിനേഷന് വേണ്ടി ഓൺലൈൻ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അത് എത്രത്തോളം സക്സസ്ഫുൾ ആണെന്നുള്ളതിൻ്റെ കാര്യം സംശയമാണ്. റീസെൻ്റ്ലി നമ്മുടെ പോയ കാൻഡിഡേറ്റ്സിന് $15,000 ഓസ്ട്രേലിയൻ ഡോളർ റീലൊക്കേഷൻ പാക്കേജ് ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. നമുക്കിന്ന് ഓസ്ട്രേലിയ നഴ്സിംഗ് രജിസ്ട്രേഷൻ എന്ന ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഇപ്പം നമ്മൾ ഈ നഴ്സസിൻ്റെ കരിയർ വെച്ച് നോക്കുവാണെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ഒരു കൺട്രി ഓസ്ട്രേലിയ ആണ് അല്ലേ? അതെ. അപ്പം ഈ ഒരു രാജ്യത്തിനോട് അവർക്ക് ഒരുപാട് താല്പര്യം ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും UK അല്ലെങ്കിൽ അയർലൻഡ് അല്ലെങ്കിൽ കാനഡ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് അവർ കാണിക്കുന്ന ഒരു കോൺഫിഡൻസ് പലപ്പോഴും നമുക്ക് ഈ എന്താ പറയുക ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു കൺട്രിയുടെ നഴ്സിംഗ് മൈഗ്രേഷനിൽ വരുമ്പം എപ്പോഴും മിസ്സാവുന്ന ഒരു കാര്യമാണല്ലേ. ഓസ്ട്രേലിയ പ്രൊസീജിയറിനെ അല്ലെങ്കിൽ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രൊസീജിയർ OBA പാത്വേനെ ചുറ്റിപ്പറ്റി ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ട്. ശരിക്കും അത് കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. ഇപ്പോഴൊന്നും കംപ്ലീറ്റ് ആവില്ല എന്നുള്ളൊരു തോട്ടാണ് യൂഷ്വലി നഴ്സസിന് എപ്പോഴും ഉണ്ടാവുക. ശരിക്കും പറഞ്ഞാൽ അതൊരു സിംപ്ലിഫൈഡ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. പലപ്പോഴും എനിക്ക് തോന്നുന്നു ലാക്ക് ഓഫ് അവെയർനെസ് തന്നെയാണ് ഈ ഒരു നഴ്സിംഗ് മൈഗ്രേഷനിലേക്ക് വരുമ്പം ഓസ്ട്രേലിയ എന്നൊരു കൺട്രിയിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോലും അവർക്ക് അത്രയും ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതിൻ്റെ റീസൺ അല്ലേ അതാണെന്നാണ് തോന്നുന്നത്. എൻ്റെ ഒരു 8 വർഷത്തെ കരിയർ നോക്കുകയാണെങ്കിൽ മോർ ദാൻ 30,000 നഴ്സസായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഡെസ്മ ഇൻ്റർനാഷണലിൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് തന്നെ നമുക്ക് ഡെയിലി ബേസിസിൽ ഒത്തിരി നഴ്സസ് എൻക്വയറി ചെയ്യാറുണ്ട്. സോ അവരുടെയൊക്കെ കൺസേൺ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഓസ്ട്രേലിയ എന്നുള്ള ഒരു ഡ്രീം കൺട്രിയിലേക്ക് എത്താൻ പറ്റുക എന്നുള്ള കാര്യമാണ്. കൂടുതൽ നഴ്സസ് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അധികം ആർക്കും പ്രോസസ്സിനെ പറ്റിയൊരു അവയർനെസ് ഇല്ലാത്തതാണ്. ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴേക്കും അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാമെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് പേടിയുണ്ടാവില്ല അല്ലേ. അപ്പോൾ മെയിനായിട്ട് നഴ്സസ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് പ്രോസസ്സിനെ കുറിച്ചിട്ടും അതിൻ്റെ റിക്വയർമെൻറ്റിനെ കുറിച്ചിട്ടും അറിയാൻ പാടില്ലാത്തത്. അപ്പോൾ ഡെസ്മ ഇൻ്റർനാഷണൽ നമുക്കൊരു എക്സ്പേർട്ട് ടീമാണുള്ളത്. ഡോക്യുമെൻറ്റേഷൻ ആണെങ്കിലും നമ്മുടെ കൗൺസിലേഴ്സ് ആണെങ്കിലും മോർ ദാൻ 5 years എക്സ്പീരിയൻസ് ഉള്ള ടീമാണ്. സോ അവർ അത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഗൈഡൻസും കൊടുക്കുന്നുണ്ട്. അതുവഴി ഒത്തിരി നഴ്സസ് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടും സാധിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ വേറൊരു ചലഞ്ചസ് ഫേസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എക്സാം പാറ്റേണിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് ഇല്ലാത്തതാണ്. കാരണം എൻക്ലെക്സാരൻ ഓസ്കി എന്നൊക്കെ പറയുന്ന എക്സാം മിക്ക നഴ്സസിനും ഒരു പുതിയൊരു കാര്യമാണ്. ഇപ്പം ഈ എൻക്ലെക്സാരൻ എന്ന് പറഞ്ഞ ഒരു എക്സാമിനേഷൻ നമ്മൾ എടുക്കുകയാണ് അല്ലെങ്കിൽ ഓസ്കി എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ എടുക്കുകയാണെങ്കിൽ പൊതുവേ എല്ലാവരും ഈ നഴ്സിംഗ് ഗ്രൂപ്പ്സിൻ്റെ അല്ലെങ്കിൽ നഴ്സസിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും അവർ പറയുന്ന അയ്യോ എൻക്ലിക്സ് ആണോ അത് അല്ലെങ്കിൽ ഓസ്കി ആണോ ഇത് ഭയങ്കര ടഫായിട്ടുള്ള എക്സാമിനേഷനാണ്, നമ്മൾ വെറുതെ എമൗണ്ട് വേസ്റ്റ് ചെയ്യാമെന്നാണ് എല്ലാവരുടെയും പ്രൈമറി കൺസെപ്റ്റ് എൻക്ലെക്സിനെ കുറിച്ച് അങ്ങനെയാണ്. ഇപ്പം നമ്മൾ ഏതൊരു സിമ്പിൾ ലെവൽ ഓഫ് എക്സാമിനേഷൻ എടുക്കുകയാണ്, ഒരു 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ എക്സാം എടുക്കുകയാണെങ്കിലും നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മാത്രമാണ് നമ്മൾ എക്സാം ക്ലിയർ ആകുള്ളൂ. പിന്നെ അതൊരു കാര്യമാണ്. പിന്നെ വേറെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സാം എന്താണ് എങ്ങനെയാണെന്നുള്ളത് ഒരു വേർഡ് ഓഫ് മൗത്ത് ത്രൂ നമ്മൾ അറിയുന്നതിലും സ്വന്തമായിട്ട് റിസർച്ച് ചെയ്യാനായിട്ട് നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഗൈഡൻസ് തരുന്ന ആളുകളെ അപ്രോച്ച് ചെയ്യുവാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. കോച്ചിങ് എടുക്കാതെ ഒരു എക്സാം എഴുതുന്നതിന് പകരം എൻക്ലെക്സാറിനും ഓസ്കി ആണെങ്കിലും രണ്ടും കോച്ചിങ് എടുത്തിട്ട് എഴുതുക. കാരണം അത്യാവശ്യം എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ട് എഴുതുന്നൊരു എക്സാമാണ്. എൻക്ലെക്സ് തിയറി ബേസ്ഡ് ആണ്, ഓസ്കി എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ബേസ്ഡ് എക്സാമാണ്. സോ തിയറി എക്സാമൊക്കെ ആകുമ്പോഴേക്കും നഴ്സസിന് അത്യാവശ്യം ഒരു ടെൻഷൻ ഉണ്ടാവും എക്സാമിനെ കുറിച്ചിട്ട്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോച്ചിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൽ നിന്നുള്ള കോച്ചിങ് വേണമെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നഴ്സസ് കോച്ചിങ് കൊടുക്കുന്ന സെൻറ്റേഴ്സ് ഉണ്ട്. സോ അതും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതുവഴി ഒത്തിരി നഴ്സസ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാറുമുണ്ട്. ഓസ്കിയും അതുപോലെ തന്നെയാണ്. അവർക്കിപ്പോൾ പ്രാക്ടിക്കൽ എക്സാം എന്ന് പറയുമ്പോഴേക്കും കുറച്ച് ആളുകൾക്ക് ടെൻഷൻ ഉണ്ടാവും. ഇപ്പോൾ റീസെൻ്റ്ലി പാസ് ഔട്ടായ നഴ്സസൊക്കെ ആണെങ്കിൽ അവർക്ക് ഓസ്കി ഭയങ്കര ടെൻഷനാണ്. കാരണം എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്നും അതിൻ്റെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് വരിക, ഇവർക്ക് ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ലാത്തതൊക്കെ ഓസ്കി
ടഫാക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇത്രയും നാളത്തെ ജേർണി നമ്മൾ നോക്കുമ്പോഴേക്കും ഓസ്കി ആണെങ്കിലും എൻക്ലെക്സ് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സക്സസ് റേറ്റ് ഉള്ളതാണ്. ഇപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് നഴ്സസിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓസ്ട്രേലിയ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തവരുടെ, അപ്പം അതിൽ ചിലപ്പം വളരെ ഒരു ചെറിയ നമ്പർ ആയിരിക്കും ഫെയിലായിട്ടുണ്ടാവുക ഈ ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിട്ട് അല്ലേ. പക്ഷേ ഇത്രയും ആളുകൾ ക്ലിയർ ചെയ്ത് നഴ്സിംഗ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി എന്നുള്ളൊരു കാര്യം സ്പ്രെഡ് ആവുന്നതിലും ഫാസ്റ്റായിട്ടാണ് ഈ ഫെയിലായി. അതുകൊണ്ട് ആരും ഓസ്ട്രേലിയ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യേണ്ട, ഭയങ്കര ടഫായിട്ടുള്ള പ്രൊസീജിയറാണെന്നുള്ളൊരു എന്താ പറയുക ന്യൂസ് സ്പ്രെഡ് ആവുന്നത് അല്ലേ. ഇപ്പം നമ്മുടെ കാൻഡിഡേറ്റ്സ് ആണെങ്കിലും എൻക്ലെക്സ് ആർഎൻ എഴുതി കഴിഞ്ഞിട്ട് അവർ സെൽഫായിട്ട് സ്റ്റഡി ചെയ്തിട്ട് തന്നെ പാസ്സാവുന്ന ഒത്തിരി പേരുണ്ട്. ഇതൊരിക്കലും നമ്മൾ പറയണില്ല ഇതൊരു ഈസി എക്സാമാണെന്ന് പറയണില്ല. നമ്മൾ അത്രയും എഫേർട്ട് ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. കുറേ ആളുകൾക്കുള്ളൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി ക്ലിയർ ചെയ്യാൻ പറ്റും, പക്ഷേ എഫേർട്ട് ഇടണം. അതിപ്പോൾ എന്ത് എക്സാം ആണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയ കുട്ടിയാണെങ്കിലും ആ ഒരു എക്സാമിന് ഫേസ് ചെയ്യണമെങ്കിൽ അത് നമ്മൾ പഠിക്കണം അല്ലേ. നമ്മൾ പഠിച്ച് അതിനെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ പാസ്സാവാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് എൻക്ലെക്സും ഓസ്കിയും. ഈ ഒരു ഡിലേ ശരിക്കും പറഞ്ഞാൽ ആ എൻക്ലെക്സ് ക്ലിയർ ചെയ്ത് കിട്ടുന്നത് വരെ അവർക്ക് ടെൻഷനുള്ളൂ. വൺസ് എൻക്ലെക്സ് ആർഎൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് ദ ഏർലിയസ്റ്റ് ഓസ്കി കംപ്ലീറ്റ് ചെയ്ത് ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ കംപ്ലീറ്റ് ആക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളാണ് ഉണ്ടാവുക. ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എൻക്ലെക്സ് ആർഎൻ തിയറി എക്സാമിനേഷൻ അല്ലേ. അപ്പോൾ ഇവരുടെ ഈ ഒരു BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് നമുക്കിപ്പം മെജോറിറ്റി വരുന്ന ക്ലയൻസ് ആണെങ്കിലും ഏറ്റവും ഒരു 5 to 6 ഇയേഴ്സ് അവരുടെ സ്റ്റഡീസ് കഴിഞ്ഞിട്ട് ഗ്യാപ്പ് വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇവർ പഠിച്ചു കഴിഞ്ഞിട്ട് നേരെ ജോലിക്ക് കയറുകയാണ്. സോ ആ ഒരു ടൈം ഫ്രെയിം എന്ന് പറയുമ്പോഴേക്കും അവരുടെ ആ തിയറി കാര്യങ്ങളോട് ഒരു വലിയൊരു ഗ്യാപ്പ് തന്നെ വരികയാണ്. അപ്പോൾ എൻക്ലെക്സ് തിയറി ബേസ്ഡ് എക്സാം ആയതുകൊണ്ട് തന്നെ ഇവരത് അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും പാസ്സാവും എന്നുള്ളൊരു കൺസേൺ വരുന്നുണ്ട്. അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോച്ചിങ് എടുക്കാനായിട്ട് പറയണേ. കോച്ചിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. എൻക്ലെക്സ് ആറിന് എക്സാം എന്ന് പറയുന്നത് MCQ ടൈപ്പാണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ടൈപ്പ് വരുന്നതാണ്. പിന്നെ ഓസ്കി എന്ന് പറയുമ്പോഴേക്കും ഈ ഓസ്ട്രേലിയയുടെ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ പറ്റി അവയർനെസ് ഇല്ലാത്തതും അത് ഫെയിലാക്കാനായിട്ടുള്ളൊരു ചാൻസ് വരുന്നുണ്ട്. 2 എക്സാം ആണെങ്കിലും നഴ്സസ് അതിൻ്റേതായ രീതിയിൽ നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട് വെച്ചിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന എക്സാംസാണ്. വേറൊരു കൺസേൺ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് റിക്വയർമെൻറ്റിനെ കുറിച്ചിട്ടാണ്. ഓസ്ട്രേലിയ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മൈൻഡിൽ ആദ്യം വരുന്നത് OET ആണെങ്കിൽ അതിന് ഇൻഡിവിജ്വൽ B വേണം, IELTS ആണെങ്കിൽ ഇൻഡിവിജ്വൽ 7 വേണം എന്നൊക്കെയാണ്. പക്ഷേ ഓസ്ട്രേലിയക്ക് അങ്ങനെയല്ല, ക്ലബിങ് ഉണ്ട് എന്നുള്ളത് പലർക്കും അറിയാത്തൊരു കാര്യമാണ് അല്ലേ. നഴ്സസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആകെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു 2 ലാംഗ്വേജ് ടെസ്റ്റ് എന്ന് പറയുന്നത് IELTS ആൻഡ് OET ആണ്. നഴ്സിംഗ് പ്രൊഫഷണൽസ് മാത്രമല്ല, യൂഷ്വലി എല്ലാവർക്കും അറിയാവുന്ന 2 മോസ്റ്റ് ഫെമിലിയർ ആയിട്ടുള്ള ലാംഗ്വേജ് ടെസ്റ്റാണ് ഈ പറയുന്ന IELTS ആൻഡ് OET. അതിൽ നഴ്സസ് ആണെന്നുണ്ടെങ്കിൽ OETക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കും. കാരണം അവരുടെ ഒക്യുപ്പേഷൻ റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ OETയിലേക്ക് പോകാനായിരിക്കും താല്പര്യം. ഇപ്പം നമ്മളൊരു 10% ഈ പറഞ്ഞ പോലെ OET അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 1-2 ആൾക്കാർക്ക് മാത്രമാണ് OET സിംഗിൾ സിറ്റിങ്ങിൽ B കിട്ടുക. പക്ഷേ ഈ ഓസ്ട്രേലിയയുടെ കേസിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് പലർക്കും അറിയുന്നത് ഓക്കെ PT ഒരു ഓപ്ഷനാണ്, TOEFL ഒരു ഓപ്ഷനാണെന്നുള്ളതെല്ലാം അവരപ്പോഴാണ് അറിയുന്നത്. ഇപ്പം PTE എക്സാമിനേഷനാണ് ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞൊരു കൺട്രിയുടെ ഏത് കൈൻഡ് ഓഫ് മൈഗ്രേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നത്. കാരണം അത് കമ്പാരിറ്റീവ്ലി OET വെച്ച് നോക്കുമ്പം സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാമിനേഷനാണ്. ഈവൻ കോച്ചിങ് എടുക്കാതെ പോകുന്ന ആളുകൾ വരെ ഈ പറയുന്ന എക്സാമിനേഷൻസ് ഫസ്റ്റ് ട്രയൽ റിക്വയർഡ് ആയിട്ടുള്ള സ്കോർ കിട്ടുന്നുണ്ട്. എന്തായാലും ഇവർ ഈ OET ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു 70% എഫേർട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് PT ക്ലിയർ ചെയ്യാം. റീസെൻ്റ്ലി എനിക്കൊരു കാൻഡിഡേറ്റിനെ കിട്ടിയത് ആൾ 9 times OET ട്രൈ ചെയ്തിട്ടുണ്ട്. ഈവൻ ഹോസ്റ്റലിൽ നിന്ന് വരെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ബട്ട് ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ പറഞ്ഞു PT ഒരു ട്രൈ കൊടുത്ത് നോക്ക് എന്ന് പറഞ്ഞിട്ട് ആൾ പോയി പ്രിപ്പയർ ചെയ്തപ്പം നല്ല സ്കോർ തന്നെ കിട്ടി, പാസ്സായി. പിന്നെ കോസ്റ്റ് വൈസ് ആണെങ്കിലും PT അല്ലേ വളരെ കോസ്റ്റ് വൈസ് കുറവാണ്, അഫോർഡബിൾ റേറ്റിന് ചെയ്യാൻ പറ്റുന്നതാണ്. അതുമാത്രമല്ല ഇപ്പോൾ OET എന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് ഫേസ് ടു ഫേസ് എക്സാമാണ് കൂടുതലും വരുന്നത്. ലൈക്ക് ഒരു എക്സാമിനർ ഉണ്ടാവും. PT എന്ന് പറയുന്ന എക്സാം എന്ന് പറയുമ്പോൾ അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴിയാണ് അതിൻ്റെ എക്സാം പാറ്റേണും അതുപോലെ തന്നെ അതിൻ്റെ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നടക്കുക. ഇപ്പം നമ്മൾ ഒരു എക്സാം ഫേസ് ചെയ്യുന്ന ടൈമിൽ ഒരു ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. PTക്ക് ആ ഒരു ആവശ്യം വരുന്നില്ല. കാരണം കമ്പ്യൂട്ടറാണ് അത് അസസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പം ഫ്രീ ആയിട്ട് തന്നെ അവർക്ക് സ്പീക്കിംഗ് ഒക്കെ ആണെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ സംസാരിക്കാനായിട്ടൊക്കെ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ കാൻഡിഡേറ്റ്സ് PT എഴുതാനായിട്ട് പോകുന്നത്. അപ്പോൾ OET നോക്കി കുറേ നാൾ OET ട്രൈ ചെയ്തിട്ട് പാസ്സാവാത്ത
നഴ്സസൊക്കെ ആണെങ്കിൽ PT ട്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട്. നമ്മുടെ ഒത്തിരി കാൻഡിഡേറ്റ്സ് അതുപോലെ തന്നെ OET കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ PT അറ്റൻഡ് ചെയ്തിട്ട് അവർക്കത് പാസ്സാവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സോ ക്ലബിംഗ് എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. വിത്തിൻ 6 monthsൽ ക്ലബിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓസ്ട്രേലിയൻ രജിസ്ട്രേഷന് സിംഗിൾ സിറ്റിങ്ങിൽ തന്നെ ഇൻഡിവിജ്വൽ ബി വേണമെന്ന് പറയുന്നില്ല. PT എന്ന് പറയുമ്പോൾ AI വെച്ചിട്ട് അസസ് ചെയ്യുന്ന ഒരു എക്സാമാണ്. അപ്പോൾ നമ്മൾ OET അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു ഫിയർ PTക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി നഴ്സസിന് PT കംപ്ലീറ്റ് ചെയ്തിട്ട് രജിസ്ട്രേഷൻ പ്രോസസ്സ് ഈസി ആക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വേറൊരു കൺസേൺ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് രജിസ്ട്രേഷനാണ്. കോസ്റ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആദ്യം അറിയേണ്ടത് ഈ ഒരു ഓസ്ട്രേലിയൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ എത്ര എക്സ്പെൻസ് ആവും എന്നുള്ളതാണ് അല്ലേ. യൂഷ്വലി നമ്മളൊരു കൺട്രി ചൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പല പല കൺട്രീസിനെ പറ്റി എൻക്വയറി ചെയ്യാറുണ്ട്. ഇപ്പം ഒരു ഹയർ സ്റ്റഡീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ നഴ്സിംഗ് മൈഗ്രേഷൻ ആയിക്കോട്ടെ. ഓസ്ട്രേലിയ എന്ന് പറയുന്ന കൺട്രീനെ പ്രൈം ലൊക്കേഷൻ ആക്കുന്നതിന് മുന്നേ US അന്വേഷിച്ചിട്ടുണ്ടാകും, കാനഡ അന്വേഷിച്ചിട്ടുണ്ടാകും, UK അന്വേഷിച്ചിട്ടുണ്ടാകും. അങ്ങനെ നഴ്സസിന് പോകാൻ പറ്റിയ ഒരുവിധമുള്ള എല്ലാ കൺട്രീസിനെ പറ്റിയിട്ടും ഇവരൊരു സ്റ്റഡി നടത്തിയിട്ടായിരിക്കും നമ്മളുടെ അടുത്തൊരു എൻക്വയറിക്ക് വരാം. അപ്പം നമ്മളിപ്പം ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുത്ത് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്ക് വരുമ്പം ഇവർ ഫസ്റ്റ് ചോദിക്കുന്നുണ്ടാവുക UK പോകാൻ ഇത്ര എമൗണ്ട് ആവില്ലല്ലോ, അല്ലെങ്കിൽ UKയിൽ റീഫണ്ടബിൾ ആയിട്ടുള്ള എമൗണ്ട് ആണല്ലോ വരുന്നത്, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക UKയിലാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് എനിക്ക് അവിടെ വർക്ക് വിസയിൽ ട്രാവൽ ചെയ്യാലോ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇവരുടെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ഇപ്പോൾ പറയുവാണെങ്കിൽ കോസ്റ്റ് തന്നെയാണ്. ഇപ്പം നമ്മൾ കോസ്റ്റ് എടുക്കുകയാണെങ്കിൽ നിയർലി ഒരു എൻറ്റയർ പ്രൊസീജിയറിന് 8.5 lakh INR അടുത്ത് ഇവർക്ക് എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പം ഈ ഒരു കോസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഇപ്പം ഭയങ്കര ആഗ്രഹമാണെങ്കിൽ പോലും ഈ ഒരു ഓസ്ട്രേലിയ നഴ്സിംഗ് രജിസ്ട്രേഷനിലേക്ക് ബാക്ക് ഔട്ട് ആവുന്നതിൻ്റെ ഒരു റീസൺ ഇതും കൂടിയാണ്. ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 8 to 8.5 lakhs കോസ്റ്റ് വരുന്നുണ്ടെങ്കിലും അതൊറ്റ സ്ട്രെച്ചിൽ തന്നെ കാൻഡിഡേറ്റിൻ്റെ കയ്യിൽ നിന്ന് ആവുന്ന എമൗണ്ട് അല്ല. അതാണ് ഏറ്റവും പ്ലസ് പോയിൻറ്റും കൂടി ഇതിനകത്ത് വരുന്നത്. കാരണം ഇതിൽ ഇപ്പം ഞാൻ പറഞ്ഞു NCLEX ഉണ്ട്, OSCE ഉണ്ട്, പിന്നെ നമ്മൾ ലാംഗ്വേജ് ടെസ്റ്റ് ക്ലിയർ ചെയ്യണം അല്ലേ. അപ്പോൾ NCLEX എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് പ്രോസസ്സ് ഹോൾഡ് ചെയ്ത് വെക്കണമെങ്കിൽ ഹോൾഡ് ചെയ്ത് വെക്കാം. OSCE എന്ന് പറയുന്ന സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞിട്ടും പ്രോസസ്സ് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. NCLEX എന്ന് പറയുന്ന എക്സാമിൻ്റെ വാലിഡിറ്റി 10 years ആണ്. അപ്പം ഈ കോസ്റ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോഴേക്കും ഈ ടോട്ടൽ എക്സ്പെൻസ് അവരുടെ കയ്യിൽ നിന്ന് ആദ്യം തന്നെ എടുക്കേണ്ടി വരുന്നില്ല. NCLEXന് വരുന്ന കോസ്റ്റ് ആദ്യം സ്പെൻഡ് ചെയ്യുക, പിന്നെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് പിന്നെ അടുത്തത് റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് OSCEയുടെ അതുപോലെ തന്നെയാണ്. സെക്കൻഡ് സ്റ്റേജ് വരുമ്പോഴേക്കും നമുക്ക് എപ്പോഴാണോ കാൻഡിഡേറ്റിന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ സമയത്ത് OSCEയുടെ എക്സാം അറ്റൻഡ് ചെയ്താൽ മതി. പിന്നെ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ലാംഗ്വേജിൻ്റെ ആ ഒരു റിക്വയർമെൻറ്റ്. സോ ഇങ്ങനെ 3 സ്റ്റേജായിട്ട് കംപ്ലീറ്റ് ചെയ്താൽ ഈ ഒറ്റ സ്ട്രെച്ചിൽ ഇത്രയും എമൗണ്ട് ഇവർക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല. ഡെസ്മ ഇൻ്റർനാഷണലിൻ്റെ എക്സ്പെർട്ട് ടീം ഉണ്ട് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. സോ അവർ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ, പേയ്മെൻറ്റ് പ്ലാനും കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുവഴി ഇവർ ഏത് സ്റ്റേജാണ് ആദ്യം കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് അവർക്ക് തന്നെ ഡിസൈഡ് ചെയ്യാവുന്നതാണ്. ഒരു ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു നേഴ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഏത് പ്രൊഫഷൻ ആയിക്കോട്ടെ, അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് ഡോക്യുമെൻറ്റേഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ മൈഗ്രേഷൻ ആയിക്കോട്ടെ, PR ആയിക്കോട്ടെ, എന്ത് കാര്യമാണെങ്കിലും ഡോക്യുമെൻറ്റേഷൻ ത്രൂ ആയാൽ മാത്രമാണ് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സിലേക്ക് നമുക്ക് ചെല്ലാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഈ പ്രൊഫൈൽസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ചില കോംപ്ലെക്സ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് കിട്ടാറുണ്ട്. അവരവരുടെ കയ്യിലുള്ള ഹാഫ് ഇൻഫോർമേഷൻ വെച്ചിട്ട് പ്രൊസീജിയർ തന്നെ ചെയ്യാൻ നോക്കി ഡോക്യുമെൻറ്റേഷൻ കംപ്ലീറ്റ്ലി കോംപ്ലെക്സ് ആക്കി വെക്കുമ്പോഴും ഈ പറയുന്ന ഒരു 8 to 9 months ഓഫ് ടൈം ഫ്രെയിം എന്ന് പറയുന്നത് നഴ്സിംഗ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു ടൈം ഫ്രെയിം എന്ന് പറയുന്നത് എപ്പോഴും അല്ലേ കുറച്ചുകൂടി ഡിലേ ആവുന്നുണ്ട്. കാരണം ഈ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലെക്സ് ആയിട്ട് വരുന്നൊരു കാര്യമാണ്. അത് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 1 year വരുന്നൊരു രജിസ്ട്രേഷൻ പ്രോസസ്സ് പിന്നെയും ലാഗായി പോകാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് മാത്രം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. നമുക്ക് ഇപ്പം വേറെ ഏജൻസീസിന് പ്രൊഫൈൽ ഹാൻഡ് ഓവർ ചെയ്ത് വരാറുണ്ടല്ലോ ഡോക്യുമെൻറ്റേഷനിൽ നിന്ന്. അപ്പോൾ നമ്മുടെ എക്സ്പെർട്ട് ടീം എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ അവർ ഇൻഡെപ്ത് ആയിട്ടുള്ള ഗൈഡൻസ് കൊടുത്ത് പിന്നെ അത് ടേക്ക് ഓവർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാറാണ് പതിവ്. ഇത്രയും കോംപ്ലിക്കേഷൻ തന്നെ ചെയ്യുമ്പോൾ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഓസ്ട്രേലിയ നഴ്സിംഗ് രജിസ്ട്രേഷൻ ഓക്കെ ആപ്രയാണ് തരുന്നത് എന്ന് മാത്രമാണ് അറിയാവുന്നത്. പക്ഷേ ഇതിൻ്റെ പല പല സെക്ഷൻസും ഡിഫറെൻറ്റ് റെഗുലേറ്ററി ബോഡീസാണ് ചെയ്ത് വരുന്നതെന്നുള്ളത് ഇവർ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തൊരു
മിഡൊക്കെ ആവുമ്പോഴായിരിക്കും അറിയുന്നുണ്ടാവുക. അതാണ് മെയിനായിട്ട് ഇത്രയും ഒരു അല്ലെ കോംപ്ലിക്കേഷൻ വരാനുള്ളതിന്റെ റീസൺ എന്ന് പറയുന്നത്. ആപ്ര മാത്രമാണ് എല്ലാവരും കേട്ടിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ടേംസ് ഉണ്ടല്ലോ. ഓസ്ട്രേലിയയിലെ നഴ്സിംഗ് റെഗുലേറ്ററി ബോഡിയുടെ കാര്യങ്ങൾ അധികം ആർക്കും അറിയില്ല. ദെൻ NMBA, ആൻമാക്ക് ഇതുപോലെയുള്ള കുറേ ടേംസ് വരുന്നുണ്ട്. ഓസ്ട്രേലിയൻ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വെബ്സൈറ്റിൽ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും ആപ്ര മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അധികം ആരും അതൊന്നും റെഫർ ചെയ്യാറില്ല. ഇപ്പോൾ ഡെസ്മയിലേക്ക് എൻക്വയറി ചെയ്ത് വരുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ നമ്മൾ ഇനിഷ്യൽ മുതൽ എല്ലാ കാര്യങ്ങളും അവർക്ക് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ട് അവരുടെ ആ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് ഈസി ആക്കാനായിട്ട് സാധിക്കും. ഇപ്പം ലാസ്റ്റ് ഡേ ഞാൻ നമ്മളുടെ ഗൂഗിൾ റിവ്യൂ ചെക്ക് ചെയ്യുമായിരുന്നു. ആക്ച്വലി ഡെസ്മയുടെ ഗുഡ് വില്ലിൻ്റെ ഒരു മേജർ പാർട്ട് നമ്മളുടെ ഗൂഗിൾ റിവ്യൂ തന്നെയാണ്. കാരണം ഇന്നേ വരെ നമ്മൾക്ക് ഒരു നെഗറ്റീവ് റിവ്യൂ പോലും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരുടെ അടുത്തൊന്നും കിട്ടിയിട്ടില്ല. അപ്പം ഈ ഗുഡ് വിൽ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എമർജിങ് സ്റ്റേജിൽ നിയർലി ഇപ്പം ഒരു 2 years ആവുന്നു ഡെസ്മ നമ്മൾ റൺ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒരുപാട് കേസസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം കാൻഡിഡേറ്റ്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഓക്കെ ഈ നഴ്സിംഗ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെസ്മനെ ട്രസ്റ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഹാൻഡ് ഓവർ ചെയ്ത് വരുന്ന ഒരുപാട് ക്ലയൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബിൽ കൊടുത്തേക്കുന്ന ഒരു ഇൻഫോർമേഷൻ വെച്ചിട്ട് തന്നെ അല്ലേ അവര് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നവരുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു കാൻഡിഡേറ്റ് വരികയാണെങ്കിൽ നമ്മൾ അത്രയും ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് കാൻഡിഡേറ്റിനോട് സംസാരിക്കുന്നത്. അവർക്ക് ഓരോ സ്റ്റേജസും നമ്മുടെ സ്റ്റാഫ് പറഞ്ഞു കൊടുക്കുന്നത് അത്രയും ഫ്രണ്ട്ലി ആയിട്ട് തന്നെയായിരിക്കും. നമുക്ക് ഈ ഒരു 2 yearsനുള്ളിൽ മോർ ദാൻ 1000 നഴ്സസ് നമ്മൾ ത്രൂ പേപ്പർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗൂഗിൾ റിവ്യൂവിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതെല്ലാം എടുത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും മിക്കവാറും നഴ്സസ് ഡെസ്മ ഇൻ്റർനാഷണലിൻ്റെ സ്റ്റാഫിൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടാണ് പറയുന്നത്. ഡോക്യുമെൻറ്റേഷൻ സ്റ്റാഫ് അതുപോലെ കൗൺസിലേഴ്സിൻ്റെ ഒക്കെ പേര് എടുത്ത് അവർ പറയാറുണ്ട്. അതിനുള്ള റീസൺ ഇത് തന്നെയാണ്. ഏത് ടൈമിലും നമ്മുടെ കാൻഡിഡേറ്റ്സിന് ഡെസ്മ ഇൻ്റർനാഷണലിൻ്റെ ടീമിനെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആകെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് മാത്രമാണ് അവൈലബിൾ അല്ലാണ്ടിരിക്കാറുള്ളൂ. പിന്നെ നമുക്ക് കാൻഡിഡേറ്റ്സ് പല കൺട്രിയിൽ നിന്നുണ്ടല്ലോ. ഇപ്പോൾ കാനഡയുണ്ട്, ഓസ്ട്രേലിയ, US അങ്ങനെ പല ടൈം സോണിൽ നിന്നുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ട്. സോ അവരൊക്കെ മെസ്സേജ് ചെയ്യുമ്പോഴേക്കും ആരെങ്കിലുമൊക്കെ അതിന് ആൻസർ ചെയ്യാനായിട്ട് അവൈലബിൾ ആയിരിക്കും. ഈവൻ ഡോക്യുമെൻറ്റേഷൻ ടീമോ സെയിൽസ് ടീമോ അവൈലബിൾ അല്ലെങ്കിലും ഞാനാണെങ്കിലും റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പം ഒരു നെഗറ്റീവായിട്ട് പറയുന്നതല്ല, പക്ഷേ പല കാൻഡിഡേറ്റ്സും പല പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് അത് ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മളുടെ അടുത്ത് ഓസ്ട്രേലിയയുടെ സ്റ്റാർട്ട് ചെയ്യാൻ വരാറുണ്ട്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് അവർ ആ ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ കാണിച്ച ഒരു ഫോളോ അപ്പ്, അവരുടെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ ഓരോ പ്രോസസ്സും പ്രോപ്പറായിട്ടാണോ നടക്കുന്നത്, അല്ലെങ്കിൽ ഇന്നൊരു സ്റ്റേജിൽ നമ്മൾ ചെയ്ത സർവീസ് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റാത്തതാണ്. പിന്നെ രണ്ടാമത്തെ നമ്മൾക്കൊരു അഡ്വാൻറ്റേജ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡെസ്മയുടെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റുമായിട്ട് വരെ കാൻഡിഡേറ്റ്സിന് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. കുറച്ചും കൂടി ആ ഒരു ട്രസ്റ്റ് കാൻഡിഡേറ്റിന് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഡിസിഷൻ ലെറ്റർ എന്ന് പറഞ്ഞൊരു സെക്ഷൻ വരുമ്പം ഡിസിഷൻ ലെറ്റർ എൻ്റെ വന്നോ ഇല്ലയോ എന്ന് കാൻഡിഡേറ്റ് ചിന്തിക്കുന്നതിന് മുന്നേ തന്നെ ഡെസ്മയുടെ സ്റ്റാഫ്സ് അവരെ അത് അറിയിച്ചു കൊടുക്കാറുണ്ട്. ഓക്കെ നിങ്ങളുടെ DL വന്നിട്ടുണ്ട്, ഇനിയുള്ള അടുത്ത പ്രൊസീജിയറിലേക്ക് നമുക്ക് പോവാം. നോക്കുവാണെങ്കിൽ നമ്മൾ ഈ ഒരു പ്രൊസീജിയറിൽ NCLEX-R ആൻഡ് OSCE ലാംഗ്വേജ് ടെസ്റ്റ് ഇങ്ങനെ 3 സെക്ഷൻസ് മാത്രമാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഓരോ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും ചിലപ്പോൾ നമ്മളുടെ സൈഡിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യമായിരിക്കാം. ബട്ട് അതുവരെ നമ്മൾ കാൻഡിഡേറ്റ്സിനെ അറിയിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അതും ഡെസ്മയുടെ ഗുഡ് വില്ലിന് ഏറ്റവും കൂടുതൽ ഒരു ആഡ് ഓൺ ആയിട്ട് വരുന്നൊരു കാര്യവും അത് തന്നെയാണ്. അതെ, ഇപ്പം നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും കാൻഡിഡേറ്റ് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം അങ്ങോട്ട് ഫോളോ അപ്പ് ചെയ്യണം. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. ഓരോ സ്റ്റേജിലും കാൻഡിഡേറ്റ് ഇങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് ആൻസർ കൊടുക്കാറുണ്ട്. അതിനൊക്കെ നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ പ്രൊഫൈൽസ് ഹാൻഡ് ഓവർ ചെയ്ത് വരാറുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കാൻഡിഡേറ്റ് പ്രൊഫൈൽ ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് തന്നെ പേഴ്സണലി അനുഭവം ഉള്ളതാണ്. കാൻഡിഡേറ്റ് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ വേറൊരു സ്ഥലത്ത് പ്രോസസ്സ് ചെയ്യായിരുന്നു, അപ്പോൾ ഡെസ്മ ത്രൂ പ്രോസസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യേണ്ടി വരുമോ, ലൈക്ക് പേയ്മെൻറ്റ് തന്നതിന് ശേഷം പിന്നെ തിരിച്ച് കോൺടാക്റ്റ് ചെയ്യാതിരിക്കുമോ എന്നൊക്കെ പേഴ്സണലി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഡെസ്മയുടെ പോസിറ്റീവായിട്ടുള്ള കാര്യം അത് തന്നെയാണ്. കാൻഡിഡേറ്റ് വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അവരെ അങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് കൊടുക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഞാനാണെങ്കിലും ഒരു സർവീസ് എടുക്കുവാണ്, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് സ്റ്റഡി അബ്രോഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മൈഗ്രേഷൻ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ പേഴ്സണലി പോയിട്ട് അവിടെ ചെക്ക് ചെയ്ത് എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെങ്കിൽ ഒരു സറൗണ്ടിങ്സും അവിടെയുള്ള ആളുകളും എനിക്ക് ട്രസ്റ്റ് വർത്തി ആയിട്ട്
തോന്നുവാണെങ്കിൽ മാത്രമാണ് ഞാനൊരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇപ്പം പല കേസിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിയർലി 8.5 ലാക്ക് INR സ്പെൻഡ് ചെയ്യുന്ന പ്രൊസീജിയറാണ് ഈ ഓസ്ട്രേലിയ നഴ്സിംഗ് രജിസ്ട്രേഷൻ. അതുകൊണ്ട് മാത്രമായില്ല, അത് കഴിഞ്ഞ് അവരുടെ PR കാര്യങ്ങളൊക്കെ വരുമ്പം അഡീഷണൽ എക്സ്പെൻസ് ആണ് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇവിടെ നമുക്ക് അക്രോസ് ദ ഗ്ലോബ്, ഈവൻ GCC അല്ലെങ്കിൽ ഇനി അതർ യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് വരെ കാൻഡിഡേറ്റ്സ് വരുന്നത് ഈവൻ സിംഗിൾ കോളിൽ നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്തിട്ട് എന്താ പറയുക, ഓൺ ദ സ്പോട്ട് തന്നെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളാണ് മെജോറിറ്റിയും വരുന്നത്. ഇപ്പോൾ യൂഷ്വലി നമ്മളിപ്പം ഒരു സർവീസ് ആയിക്കോട്ടെ, ഇനി അതർ കൈൻഡ് ഓഫ് സെയിൽസ് ആയിക്കോട്ടെ, ആ ഒരു കാൻഡിഡേറ്റ് നമ്മളുടെ കൂടെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഫോളോ അപ്സ് ആവശ്യമുണ്ട്. ശരിക്കും ഇവിടെ ഡെസ്മയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഫോളോ അപ്സ് വളരെ റെയർ ആയിട്ടുള്ള കേസുകളിൽ മാത്രമേ നമുക്ക് ചെയ്യേണ്ടി വരുന്നുള്ളൂ. അതും ശരിക്കും പറഞ്ഞ ഒരു അഡ്വാൻറ്റേജാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡെസ്മയുടെ സ്റ്റാഫ്സ് കാണിക്കുന്ന ഒരു ഡെഡിക്കേഷൻ്റെ ഒരു എന്താ പറയുക റിസൾട്ട് തന്നെയാണ് ആക്ച്വലി വിത്തൗട്ട് എ ഫോളോ അപ്പ് നമുക്ക് എന്താ പറയുക നഴ്സസ് പ്രൊഫൈൽസ് ഹാൻഡ് ഓവർ ചെയ്യുന്നത് തന്നെ. മോർ ദാൻ 98% കാൻഡിഡേറ്റ്സ് നമുക്ക് ഗൾഫ് കൺട്രിയിൽ നിന്ന് തന്നെ ഉള്ളതാണ്. അവരാരും പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഓഫീസിൽ വന്നിട്ടല്ല അല്ലേ. ഇപ്പം എനിക്ക് തന്നെ പേഴ്സണലി കുറേ കോൾസ് വരാറുണ്ട്. ചില സമയത്ത് കോൾസ് ഒന്നും ആൻസർ ചെയ്യാൻ പറ്റാറില്ല, എന്നാലും വാട്സപ്പ് ത്രൂ തന്നെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷനൊക്കെ നടക്കാറ്. അത് ത്രൂ തന്നെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ആണ് കൂടുതൽ ആളുകളും. ഇപ്പം റീസെൻ്റ് ആയിട്ടേ നമ്മളിപ്പോൾ ഈ നഴ്സിംഗ് രജിസ്ട്രേഷൻ തന്നെ ഇങ്ങനെ സെർച്ച് ചെയ്യുവാണെങ്കിൽ അറിയാമല്ലോ, ഇപ്പം ഇൻസ്റ്റാഗ്രാം റീൽസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ഇനി അതർ ആഡ്സ് ആണെങ്കിലും ഇതിനെ റിലേറ്റഡ് ആയിട്ട് നമുക്ക് പോപ്പപ്പ് വരാറുണ്ട്. അപ്പം ഞാൻ ലാസ്റ്റ് ഡേ ഇതേപോലെ സെർച്ച് ചെയ്തപ്പം ഇതേപോലെ ഒരുപാട് ഫോൾസ് പ്രോമിസസ് കൊടുത്തിട്ട് വരുന്ന ആഡ്സും ഞാൻ കണ്ടിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നഴ്സിംഗ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ ജോബായിട്ട് നമുക്ക് പോവാം എന്ന് പറഞ്ഞ് വരാം, അല്ലെങ്കിൽ NCLEX RN ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് വിസയിൽ ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യാം, ശേഷം ഓസ്കിക്ക് പോയാൽ മതി എന്ന് വരെ പറഞ്ഞിട്ട് ആഡ്സ് റൺ ചെയ്ത് ക്യാൻവാസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. പിന്നെ റീസെൻ്റ്ലി നമ്മുടെ കെയറർ വിസ ആ ഒരു ഡീറ്റെയിൽസ് വന്ന ടൈമിൽ ഒത്തിരി എൻക്വയറീസ് വരുന്നുണ്ടായിരുന്നു, കെയറർ വിസ ചെയ്ത് കൊടുക്കുമെന്ന്. കുറേ ഫേക്ക് പ്രോമിസസ് കൊടുത്തിട്ടൊക്കെയാണ് പലരും കാൻഡിഡേറ്റ്സിനെ ക്യാൻവാസ് ചെയ്യുന്നത്. പക്ഷേ ഡെസ്മ ഇൻ്റർനാഷണൽ എന്ന് പറയുമ്പോൾ എന്താണോ ജെന്യുവൻ ആയിട്ടുള്ളൊരു കാര്യം അത് കാൻഡിഡേറ്റിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് അവർ കൺവിൻസ്ഡ് ആയിട്ട് മാത്രമാണ് നമ്മൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. റീസെൻ്റ്ലി എനിക്ക് വന്ന ഒരു കാൻഡിഡേറ്റ് ആണ്. ആളുടെ ഫാമിലി ഓഫ് 3 ആണ്. പ്രൈമറി കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ഒരു ലേഡിയാണ്. ആളുടെ കുട്ടി മൈൽഡ്ലി ഓട്ടിസ്റ്റിക് ആണ്. അപ്പം യൂഷ്വലി ഇതേപോലെ ജനറ്റിക് ഡിസോർഡർ ഉള്ള ആളുകൾക്ക് മൈഗ്രേഷൻ പോസിബിൾ അല്ല. ആൾ ഒരുപാട് കൺസൾട്ടൻസിയിൽ വിളിച്ച് സംസാരിച്ചപ്പോഴും അവർ പറഞ്ഞ ആൻസർ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അവർ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ മെഡിക്കലിൻ്റെ ടൈമിൽ നമുക്ക് നോക്കാം, അതിന് മുന്നേ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തോ കുഴപ്പമില്ല, അങ്ങനെയുള്ള ഒരുപാട് എന്താ പറയുക ഒരു കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മളിപ്പം ഒരാൾ മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരുമായിട്ട് മൈഗ്രേറ്റ് ചെയ്യാനായിരിക്കും താല്പര്യം ഉണ്ടാവും. അപ്പം എൻ്റെ അടുത്ത് സംസാരിച്ച ടൈമിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കോംപ്ലിക്കേഷൻ തന്നെയാണ്, പിന്നെ ആ ഒരു ടൈമിൽ ബൈ ലക്ക് ക്ലിയർ ആയാൽ മാത്രമായിരിക്കും കുട്ടിയുടെ മൈഗ്രേഷൻ പോസിബിൾ ആയിട്ട് ഉണ്ടാവാമെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരു ഡിപ്പെൻഡൻ്റ് ആയിട്ട് കുട്ടീനെ ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പില്ലാത്ത കേസിൽ പോലും കാൻഡിഡേറ്റ്സ് നഴ്സിംഗ് രജിസ്ട്രേഷൻ നമ്മൾ ത്രൂ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഡിപ്പെൻഡൻ്റ് ആയിട്ട് കുട്ടീനെ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് യാതൊരു ഉറപ്പില്ലാത്ത കേസാണ് ഞാൻ ഈ പറഞ്ഞ കാൻഡിഡേറ്റിൻ്റെ. സ്റ്റിൽ ആൾ ഡെസ്മ ത്രൂ ഇപ്പം പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. NCLEX RN എക്സാമിനേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി നമ്മൾ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും അവർ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ ശരിക്കും ഫോൾസ് പ്രോമിസസ് ഒന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ്. ഡെസ്മ ഇൻ്റർനാഷണൽ കാൻഡിഡേറ്റ്സിൻ്റെ നമ്പേഴ്സ് എല്ലാം നോക്കണം. നമുക്കിപ്പോൾ ഇത്രയും നമ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, ഇത്രയും ആളുകളെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കണം, അങ്ങനെയല്ല. നമ്മൾ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് പ്രോസസ്സ് ഇൻട്രസ്റ്റഡ് ആണെങ്കിലും ആ ഒരു ടോട്ടൽ കോസ്റ്റ് അഫോർഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രമാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുള്ളൂ. റീസെൻ്റ്ലി എനിക്കൊരു എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. കാൻഡിഡേറ്റിൻ്റെ ഏജ് 49 ആണ്. GNM ആണ് ക്വാളിഫിക്കേഷൻ. അപ്പോൾ GNM കഴിഞ്ഞ ഒരു നഴ്സിന് ഓസ്ട്രേലിയക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ വേറെ പാത്വേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കോഴ്സ് ചെയ്യാനായിട്ടുള്ള എൻക്വയറി ആയിട്ട് വന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു നഴ്സ് ഇനി ക്വാളിഫിക്കേഷൻ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ട് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്താലും അവർക്ക് PR എന്നുള്ളൊരു ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പറ്റില്ല. കാരണം ഓസ്ട്രേലിയൻ്റെ PR ഏജ് ലിമിറ്റ് 45 ആണ്. അപ്പോൾ ഞാനത് ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് കാര്യങ്ങൾ, ലൈസൻസ് കംപ്ലീറ്റ് ചെയ്യാം. 49 ആകുമ്പം ജോബിൻ്റെതും ഇപ്പോൾ എല്ലാ എംപ്ലോയേഴ്സും എടുക്കണം എന്നില്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പ്രൊഫൈൽ എടുക്കാം, എടുത്തിട്ട് ലൈസൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ക്ലിയർ ആയിട്ട് നമ്മളത് അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യണേ. അങ്ങനെ ആ ഒരു നഴ്സ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നില്ല. നമ്മൾ എന്താണോ ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ അത് കാൻഡിഡേറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്.
ഇതൊക്കെ നമ്മുടെ ഒരു ഗുഡ് വില്ലിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഗുഡ് വില്ലിൻ്റെ ഒരു മേജർ പാർട്ട് വഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സക്സസ് റേറ്റും കൂടിയിട്ടാണ്. അപ്പം നമ്മളുടെ ഡോക്യുമെൻറ്റേഷൻ ആയിക്കോട്ടെ, ഈവൻ എൻക്ലിക്സ് ആർ എക്സാമിനേഷൻ ആയിക്കോട്ടെ, ഓസ്കി ആയിക്കോട്ടെ, ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും കാൻഡിഡേറ്റ്സിൻ്റെ ആ ഒരു സക്സസിൻ്റെ പെർസെൻറ്റേജും ഈ പറഞ്ഞ പോലെ ഗുഡ് വില്ലിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ റിസൾട്ടിനെ ഓറിയൻറ്റ് ചെയ്തിട്ടായിരിക്കും എൻ്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയോ അതിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നുണ്ടാവുക. സോ ആ ഒരു റിസൾട്ടും ഡെസ്മയുടെ ഗുഡ് വില്ലിൻ്റെ ഒരു മേജർ പാർട്ട് തന്നെയാണ്. നമുക്ക് കൂടുതലും പ്രൊഫൈൽസ് വരുന്നത് ഇപ്പോൾ ഒരാൾ പാസ്സായി കഴിഞ്ഞാൽ അവരുടെ ഫ്രണ്ട് സർക്കിളിൽ ഇവരിത് സർക്കുലേറ്റ് ചെയ്യും, ലൈക്ക് പ്രോസസ്സ് ചെയ്തത് ഡെസ്മയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒത്തിരി പ്രൊഫൈൽസ് നമുക്ക് വരാറുണ്ട്, ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ് എല്ലാം. പിന്നെ വേറൊരു കാര്യം നമുക്ക് പ്രൗഡ്ലി പറയാൻ പറ്റുന്നത് ഇന്ത്യയിലെ നമ്പർ 1 എൻക്ലെക്സ് കോച്ചിങ് സെൻറ്റർ വരെ ഡെസ്മ ഇൻ്റർനാഷണലാണ് പേപ്പർ വർക്ക് ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. സോ അതൊരു വലിയ കാര്യം തന്നെയാണ് അല്ലേ? ഡെസ്മേനെ നമുക്കൊരു സിമ്പിൾ വേർഡിൽ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ എന്ന് നമുക്ക് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നഴ്സിംഗ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു കൺട്രിയിൽ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ്. അതിനുശേഷം ഒരുപാട് പ്രൊസീജിയേഴ്സ് വരുന്നുണ്ട്. അവരുടെ വർക്ക് റിലേറ്റഡ് ആയിക്കോട്ടെ, ഇൻ്റർവ്യൂ റിലേറ്റഡ് ആയിക്കോട്ടെ, പെർമനൻറ്റ് റെസിഡൻസി റിലേറ്റഡ് ആയിക്കോട്ടെ, ഇതിനെല്ലാം കൂടെ ഒരു സൊല്യൂഷനാണ് ശരിക്കും പറഞ്ഞാൽ ഡെസ്മ ഇൻ്റർനാഷണൽ അല്ലേ? അതെ, നമ്മൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് സ്റ്റേജ് മാത്രമേ ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവർക്ക് ജോബിൻ്റെ കാര്യങ്ങൾ നോക്കണം. പിന്നെ PR, എല്ലാവരും ഓസ്ട്രേലിയ ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഫാമിലിയായിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഡെസ്മ ഇൻ്റർനാഷണൽ രജിസ്ട്രേഷനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഒരു കാൻഡിഡേറ്റിന് ജോബിൻ്റെ ഹെൽപ്പും നമ്മൾ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ജോബ് അസിസ്റ്റൻസ് ഇൻ ദ സെൻസ് നമ്മൾ ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങൾ, പ്രിപ്പറേഷനും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ നമ്മളിപ്പോൾ ഒരു ജോബിന് അപ്ലൈ ചെയ്യുന്നത് പോലെയല്ല ഓസ്ട്രേലിയയിൽ അപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ CV ആണെങ്കിലും ബാക്കിയുള്ള ഇൻ്റർവ്യൂ പാറ്റേൺസ് ഒക്കെ ആണെങ്കിലും വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഇല്ലാത്തത് കൊണ്ട് ഈ സെൽഫായിട്ട് പ്രോസസ്സ് ചെയ്ത കാൻഡിഡേറ്റ്സ് ആ ഒരു സ്റ്റേജിൽ സ്റ്റക്കായി നിൽക്കാറുണ്ട്. നമ്മുടെ കാൻഡിഡേറ്റ്സിന് അങ്ങനെയല്ല. രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ സ്റ്റൈൽ CV പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്കൊരു എക്സ്പേർട്ട് ടീമുണ്ട്. അതിനുശേഷം ഇൻ്റർവ്യൂവിൻ്റെ ആപ്ലിക്കേഷൻ ഇടാൻ തന്നെ നമുക്കൊരു ഡോക്യുമെൻറ്റേഷൻ ടീമുണ്ട്. അവർ ത്രൂ ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്തിട്ട് 482 എന്ന് പറയുന്ന വിസ ഉണ്ടല്ലോ, സബ് ക്ലാസ് 482 ടെമ്പററി സ്കിൽ ഷോർട്ടേജ് വിസ, അതുവഴി ഒത്തിരി ആളുകൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റിയും കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് കൊണ്ട് മാത്രം കാര്യമില്ല. ഇൻ്റർവ്യൂവിന് വരുന്ന സാമ്പിൾ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു കൊടുത്താൽ മാത്രമാണ് അവർക്കത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ മുതൽ ഇൻ്റർവ്യൂ വരെ എത്തുക എന്നുള്ളത് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു എഫേർട്ട് മതി. ഓസ്ട്രേലിയൻ സ്റ്റൈൽ CV നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഈ ഒരു CV പല സൈറ്റുകളിലും കൊണ്ട് അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ല. അത് പ്രോപ്പറായിട്ട് അതിൻ്റെ കീവേഡ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ആ ഒരു CV ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് സെലക്ട് ആവുള്ളൂ. സോ നമ്മളത് അത്രയും കാര്യമായിട്ട് നമ്മുടെ കാൻഡിഡേറ്റ്സിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ മൈഗ്രേഷൻ പ്രോസസ്സ്, മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഈ ഒരു രജിസ്ട്രേഷൻ്റെയിൽ വേറൊരു ടഫസ്റ്റ് പാർട്ടാണ്. ഫാമിലി ആയിട്ട് പോകാനാണ് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ നോക്കുന്നതെന്ന് പറഞ്ഞല്ലോ. സോ മൈഗ്രേഷന് PR, പെർമനൻറ്റ് റെസിഡൻസി കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. സോ ആ ഒരു കാര്യത്തിനും ഡെസ്മ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡെസ്മയ്ക്ക് കോൺട്രാക്ട് ബേസിസിലാണ് ലോയർ ഉള്ളത്. സോ നമ്മൾ ഓരോ കാൻഡിഡേറ്റിനെ പ്രൊഫൈൽ അസസ് ചെയ്ത് നമ്മൾ PRൻ്റെ ആപ്ലിക്കേഷൻസ് ഫോർവേഡ് ചെയ്യാറുണ്ട്. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ കൺസൾട്ടൻസീസും പല പ്രൊഫൈൽസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് IT പ്രൊഫഷണൽസ് വന്നാൽ അത് അവർ ചെയ്യും. പിന്നെ ഹെൽത്ത് കെയറിൽ തന്നെ പല ഡിവിഷൻസ് വരുന്നുണ്ട്, ഒപ്റ്റോമെട്രി, ഡോക്ടർ, ലൈക്ക് ഡെൻറ്റിസ്റ്റ്, അങ്ങനെ പല പ്രൊഫഷൻ വരുന്നുണ്ട്. ഡെസ്മ എന്ന് പറയുമ്പോൾ നമ്മൾ നേഴ്സ് റിലേറ്റഡ് പ്രൊഫൈൽസ് മാത്രമേ എടുക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അത്രയും ഇൻഡെപ്തായിട്ട് നമ്മുടെ ഓരോ കാൻഡിഡേറ്റ്സിൻ്റെ പ്രൊഫൈൽ നോക്കി അവർക്ക് ഏത് PR ആണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് നമ്മൾ സജഷൻസ് കൊടുക്കാറുണ്ട്. നമ്മൾ സിംഗിളായിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ 482 കുഴപ്പമില്ല എന്ന് നമുക്ക് വിചാരിക്കാം. കാരണം ഒരു മോസ്റ്റ് പ്രോബബ്ലി ഒരു 2 ഇയേഴ്സിൻ്റെ കോൺട്രാക്റ്റ് ആയിരിക്കും അവർക്ക് കൊടുക്കുന്നുണ്ടാവുക. പക്ഷെ ഒരു ഫാമിലി ഓഫ് 3 അല്ലെങ്കിൽ ഫാമിലി ഓഫ് 4 കുട്ടികളൊക്കെ പഠിക്കുന്നതാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ബെറ്റർ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് PR ആയിട്ട് പോകുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് കിട്ടുന്ന ഇൻകത്തിൻ്റെ മേജർ പാർട്ടും അവരുടെ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ അവരുടെ സ്റ്റഡീസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാറുണ്ട്. പക്ഷേ പല സ്റ്റേറ്റിലും സബ് ക്ലാസ് 482 പോയ കാൻഡിഡേറ്റ്സ് ആണെങ്കിലും അവരുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ കിഡ്സിന് ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റേറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ വിക്ടോറിയയൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ PRൻ്റെ ആ ഒരു കേസ് നോക്കുമ്പോൾ മെഡിക്കെയർ, ചൈൽഡ് കെയർ ബെനിഫിറ്റ്, അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ്സ് കൊടുക്കുന്നുണ്ട് ഓസ്ട്രേലിയ. PR ആയിട്ട് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. ജോബിന് തന്നെ നോക്കുകയാണെങ്കിൽ ജോബ് സെക്യൂരിറ്റി ഏറ്റവും കൂടുതൽ വരുന്നത് PR ഹോൾഡേഴ്സിനാണ്. കാരണം ആരും
സ്പോൺസർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. വർക്ക് വിസ എന്ന് പറയുമ്പോൾ ഒരു എംപ്ലോയർ കാൻഡിഡേറ്റിനെ സ്പോൺസർ ചെയ്ത് പോകുന്നതാണ്. പക്ഷേ PR അങ്ങനെയല്ല. അവർക്ക് താല്പര്യമുള്ള ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്ത് ജോബ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുമ്പോൾ ആ ഒരു ജോബ് കിട്ടുകയാണെങ്കിൽ ഈസി ആയിട്ട് ക്വിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ 482 എന്ന് പറയുമ്പോൾ അവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് വരുന്നുണ്ട്, എംപ്ലോയർ സ്പോൺസർ ചെയ്യുന്നതായതുകൊണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ കൂടുതൽ ആളുകളും PR കിട്ടിയിട്ട് തന്നെയാണ് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മളും സജസ്റ്റ് ചെയ്യുന്നത് അത് തന്നെയാണ്. OSCE എക്സാം എന്ന് പറയുമ്പം അതിൻ്റെ ടഫ്നെസ്സിനേലും കൂടുതൽ വേറൊരു കൺസേൺ ഞാൻ കണ്ടേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൻഡിഡേറ്റ്സിന് എല്ലാവർക്കും GCCയിൽ പോകുവാണെങ്കിൽ ഈവൻ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ക്ലോസ് ഫ്രണ്ട്സോ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ ആയിട്ട് അവർക്ക് എവിടെയെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാകും. പക്ഷേ ഓസ്ട്രേലിയയിൽ ഉണ്ടെങ്കിൽ തന്നെ വേറെ ഡിഫറെൻറ്റ് സ്റ്റേറ്റിലായിരിക്കും ഇവർ എക്സാം പോകുന്ന. മെൽബണിലോ അല്ലെങ്കിൽ അഡ്ലീഡിലോ ആയിരിക്കില്ല ഇവരുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ഉണ്ടാവുക. അപ്പോൾ ഇവരുടെ അക്കോമഡേഷൻ എന്ന് പറയുന്നതും മേജർ കൺസേൺ തന്നെയാണ് ഈ കാൻഡിഡേറ്റ്സിന്, എവിടെ സ്റ്റേ ചെയ്യും എന്നുള്ളത്. കാരണം ഒരു അറിയാൻ വയ്യാത്തൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ ചെന്ന് അക്കോമഡേഷൻ സെർച്ച് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും അവരെ സംബന്ധിച്ചെടുത്തിട്ട്. അതെ, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഫുൾ പ്രോസസ്സിന് നമ്മൾ അസിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനകത്ത് വരുന്ന ഒരു പാർട്ടും കൂടിയാണ് അക്കോമഡേഷൻ. ഇപ്പോൾ ഒരു കാൻഡിഡേറ്റ് GCCന്നോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആളാണെങ്കിൽ അക്കോമഡേഷൻ്റെ എല്ലാ കാര്യങ്ങളും ഡെസ്മ ഇൻ്റർനാഷണൽ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഇവർ താമസിക്കുന്നത് ഒരു ഷെയർഡ് ആയിട്ടുള്ളൊരു അപ്പാർട്ട്മെൻറ്റിലായിരിക്കും. അവിടെ ഡെസ്മ ഇൻ്റർനാഷണൽ ഓരോ മാസം ഒരു മിനിമം 5 കാൻഡിഡേറ്റ്സെങ്കിലും OSCE അറ്റൻഡ് ചെയ്യാനായിട്ട് പോകാറുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ പോകുന്ന കാൻഡിഡേറ്റ്സിൻ്റെ നമ്പർ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ഫിയർ ഉണ്ടാവില്ല. ഒറ്റയ്ക്കൊരു സ്ഥലത്ത്, അതും അറിയാത്തൊരു സ്ഥലത്ത് ആദ്യമായിട്ട് പോകുമ്പോൾ എല്ലാവർക്കും പേടിയായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു ഫിയർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ കാൻഡിഡേറ്റ്സിന് തന്നെ ഷെയർ ചെയ്യാറുണ്ട്. ഇവർ താമസിക്കുന്ന ആ ഒരു അപ്പാർട്ട്മെൻറ്റിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ഇപ്പം ഫ്രീ വൈഫൈ, വാഷിംഗ് മെഷീൻ, കിച്ചൺ യൂട്ടൻസിൽസ്, അവർക്ക് ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കണമെങ്കിൽ ഗ്രോസറീസ് മാത്രം വാങ്ങിച്ചാൽ മതി. സോ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമാണ് നമുക്കുള്ളത്. പ്രോസസ്സിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് ബുക്കിങ്ങിൻ്റെതും അക്കോമഡേഷൻ്റെതും കോച്ചിങ്ങിൻ്റെതും എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നെ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾക്കിപ്പം ഒരു ഡേ ടു ഡേ ബേസിസിൽ മിനിമം ഒരു 20 to 25 എൻക്വയറീസ് വരാറുണ്ട്. അപ്പം ഇവരുടെ പ്രൊഫൈൽസ് നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തൊട്ട് അവരുടെ ഒരു കരിയർ ഹിസ്റ്ററിയിൽ വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ പല കൈൻഡ് ഓഫ് പാറ്റേൺസ് ആണ് അവർ ഫോളോ ചെയ്യുന്നത്. ഇപ്പം ക്വാളിഫിക്കേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ GNM മുതൽ PhD വരെ അങ്ങനെ മേലേക്ക് ക്വാളിഫിക്കേഷനുള്ള നഴ്സസിനെയും വൺസ് അവർ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തിട്ട് അവരുടെ ഫാമിലി സർക്കംസ്റ്റൻസ് കാരണം അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് കാരണം വർക്ക് ചെയ്യാൻ പോകാൻ പറ്റാത്തതും അല്ലെങ്കിൽ ഈവൻ മെറ്റേണിറ്റി ഒക്കെ കാരണം ഒത്തിരി ഗ്യാപ്പ് വന്നേക്കുന്ന കാൻഡിഡേറ്റ്സ്, അങ്ങനെ ഒരുപാട് പ്രൊഫൈൽസ് നമുക്ക് വരാറുണ്ട്. ഈ നഴ്സിംഗ് രജിസ്ട്രേഷൻ ആൻഡ് മൈഗ്രേഷൻ പ്രൊസീജിയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് അവരുടെ എൻട്രി ക്രൈറ്റീരിയ ഡിറ്റർമൈൻ ചെയ്യുന്ന 2 കാര്യങ്ങളിൽ ഒന്ന് എക്സ്പീരിയൻസും രണ്ടാമത്തത് ക്വാളിഫിക്കേഷനുമാണ്. നമ്മളിപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ GNM നഴ്സസ്, ശരിക്കും പറഞ്ഞാൽ ഈ BSc നഴ്സിനേലും അല്ലെങ്കിൽ അതിൻ്റെ മേലേക്കോ ക്വാളിഫിക്കേഷനുള്ള നഴ്സസിനേലും കൂടുതൽ ഇൻട്രസ്റ്റ് ഓസ്ട്രേലിയ പോകാൻ വേണ്ടിയിട്ട് GNM നഴ്സസിനായിരിക്കും. പക്ഷേ ഓസ്ട്രേലിയയുടെ എൻട്രി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മിനിമം ബാച്ചിലേഴ്സ് എങ്കിലും വേണം എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിന് മുതൽ ഡെസ്മയ്ക്ക് ഒരു സൊല്യൂഷൻ കൊടുക്കാനായിട്ട് എപ്പോഴും സാധിക്കാറുണ്ട്. അതെ, നമുക്ക് ഇപ്പം എൻക്വയറി വരുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ ഡെയിലി. അപ്പോൾ അതിൽ കൂടുതലും GNM നഴ്സ് തന്നെയാണ് വരാറുള്ളത്. അവർക്കുള്ള ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ക്വാളിഫിക്കേഷൻ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ മിനിമം ബാച്ചിലേഴ്സ് വേണം. സോ ഈ ഒരു ബാച്ചിലേഴ്സ് ഇനി GNM കഴിഞ്ഞ ഒരാളുകൾക്ക് എടുക്കുക എന്ന് പറയുന്നത്, പോസ്റ്റ് BSc എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓൺലൈനായിട്ടുള്ള 6 മാസം ഡ്യൂറേഷനുള്ള കോഴ്സസൊക്കെ അവൈലബിൾ ആണ്, അതെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ പോസ്റ്റ് BSc ചെയ്യുകയാണെങ്കിൽ 2 വർഷം ടൈം എടുക്കുമല്ലോ. അപ്പോൾ ഒരു ഓൺലൈൻ കോഴ്സ് എടുക്കുകയാണെങ്കിൽ ഈ 2 വർഷത്തിനുള്ളിൽ അവർക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, അഡീഷണൽ ക്വാളിഫിക്കേഷനും ആവും. അപ്രോക്സിമേറ്റ്ലി 3 years പോകുന്നുണ്ട് രജിസ്ട്രേഷൻ, ഒരു 8 to 11 months അതും. പിന്നെ പോസ്റ്റ് BSc സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി അത് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു മൊത്തം പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും 3 year ആവും. ആ ഒരു സമയം ഉണ്ടെങ്കിൽ ഈ ഓൺലൈൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ അവർക്ക് രജിസ്ട്രേഷൻ്റെ സ്റ്റേജ് വരെ എത്താനായിട്ട് സാധിക്കും. വിത്തിൻ 1.5 years അവർക്ക് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ വേറൊരു ഓപ്ഷൻ ഉള്ളത്, അത് അധികം ആർക്കും അറിയില്ലാത്തൊരു കാര്യമാണ്. GNM കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പാത്വേ ഓപ്ഷൻ ഉണ്ട്. മോർ ദാൻ 10 years എക്സ്പീരിയൻസ് ഉള്ള നഴ്സ് ആണെങ്കിൽ അവർക്ക് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കിട്ടും. പക്ഷേ ഡയറക്റ്റ് ഓസ്ട്രേലിയ അല്ല, ന്യൂസിലൻഡ് പാത്വേ വഴി ചെയ്യാനായിട്ട് സാധിക്കും. ന്യൂസിലൻഡ് പാത്വേ എന്ന് പറയുമ്പോൾ
GNM കഴിഞ്ഞ് മോർ ദാൻ 10 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ഒരു നേഴ്സാണെങ്കിൽ അവർക്ക് ന്യൂസിലാൻഡ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലെ പോലെ തന്നെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ളൊരു എക്സാമാണ്. തിയറി എക്സാം ഉണ്ട്, പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്, പിന്നെ ലാംഗ്വേജ് റിക്വയർമെൻറ്റും വരുന്നുണ്ട്. സോ ഈ ഒരു ഡിസിഷൻ 10 വർഷം മുകളിൽ എക്സ്പീരിയൻസ് ഉള്ള നേഴ്സിന് ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ കുറച്ച് കോംപ്ലിക്കേഷനും ഉണ്ടെന്ന് കുറച്ച് ടഫാണ്. പക്ഷെ നമ്മൾ ഡോക്യുമെൻറ്റേഷൻ ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മിക്ക കാൻഡിഡേറ്റ്സിനും ഡിസിഷൻ കിട്ടിയിട്ടുണ്ട്. അതിൽ കുറച്ച് പേര് ഓൾറെഡി ഓസ്ട്രേലിയയിൽ റീച്ചും ചെയ്തിട്ടുണ്ട്, ജോബിൻ്റെ ആ ഒരു സ്റ്റേജ് വരെ എത്തി നിൽക്കുന്നുണ്ട്. നമ്മൾ പിന്നെ വേറെ ഇതിൽ പ്രധാനമായിട്ട് കാൻഡിഡേറ്റ്സിന് പറഞ്ഞു കൊടുക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേസ് ഓഫീസറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും അതേപോലെ ഓരോരുത്തരുടെയും കരിയർ ഹിസ്റ്ററിയും അനുസരിച്ചിട്ടാണ് ഡിസിഷൻ വരുന്നത്. റിസ്ക് ഉണ്ട്, പക്ഷേ നമ്മൾ ആ ഒരു റിസ്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 6 മാസം കോഴ്സിന് നിയർലി ഒരു 4.5 lakhs അവരവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു എമൗണ്ട് ഇവർക്ക് സേവ് ചെയ്യുക. കാരണം വൺസ് നഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടി അവർ എംപ്ലോയിഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എംപ്ലോയർ തന്നെ ഇവർക്ക് ഇതേപോലുള്ള ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാംസ് ഫ്രീ ഓഫ് കോസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം പിന്നെ ഈ ഒരു കോഴ്സ് ചെയ്യാതെ തന്നെ അവർക്ക് രജിസ്ട്രേഷൻ കിട്ടുകയാണെങ്കിൽ അതല്ലേ നല്ലത്. അപ്പം ഇങ്ങനെ കേൾക്കുമ്പം GNM നേഴ്സ് വിത്ത് ലെസ് ദാൻ 10 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ളവർ വിചാരിക്കുന്നുണ്ടാകും ഓക്കെ ഈ 4.5 lakhs നമ്മൾ സ്പെൻഡ് ചെയ്യണമല്ലോ എന്ന്. പക്ഷേ നിങ്ങൾ ഈ 10 years വരെ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് റൂൾ ചേഞ്ചസ് ഉണ്ടാകും. അപ്പോൾ അതിന് മുന്നേ ഇപ്പം തന്നെ അറിയാം നമുക്ക് പ്രൊസീജിയർ അതിൻ്റേതായൊരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ആ ഒരു എല്ലാ കൺട്രീസും കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇനിയും ഒരു റിവൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഇതിലും കൂടെ 1 step ഹയർ ആയിട്ടായിരിക്കും അവർ സ്റ്റാൻഡേർഡ് റേസ് ചെയ്യുന്നുണ്ടാവുക. സോ അറ്റ് ദ ഏർലിയസ്റ്റ് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പർച്യൂണിറ്റീസും മിസ്സാവില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഡ്രീം ജോബ് ഓസ്ട്രേലിയയിൽ അക്വയർ ചെയ്യാനും ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഓസ്ട്രേലിയയിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഏജ് ലിമിറ്റ് ഇല്ല, പക്ഷേ PR ഏജ് ലിമിറ്റ് ഉണ്ട്. മോർ ദാൻ 10 years എക്സ്പീരിയൻസ് ഉള്ള നഴ്സസ് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഏജ് ഒരു 45 അല്ലെങ്കിൽ 40 above ഒക്കെ ആയിട്ടുണ്ടാവും. പിന്നെ അവർ ഓൺലൈൻ കോഴ്സ് ചെയ്ത് എക്സാം എഴുതി ക്ലിയർ ചെയ്യുമ്പോഴേക്കും PR ഏജ് ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് അവർക്ക് ഡയറക്റ്റ് ഓസ്ട്രേലിയ നോക്കുന്നതിന് പകരം ന്യൂസിലാൻഡ് പ്രോസസ്സ് ചെയ്യുക. പിന്നെ നമ്മൾ കാൻഡിഡേറ്റ്സിനോട് എല്ലാവരോടും ഒരു റിസ്ക് ഫാക്ടർ എന്താണെന്നുള്ളത് പറയാറുണ്ടല്ലോ, അത് പറഞ്ഞിട്ട് തന്നെയാണ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതും റിസ്ക് എടുക്കാൻ റെഡി ആയിട്ടുള്ള ആളുകൾക്കാണ് രജിസ്ട്രേഷൻ കിട്ടിയിട്ടുള്ളതും. അപ്പോൾ അതുകൊണ്ട് തന്നെ മോർ ദാൻ 10 years എക്സ്പീരിയൻസ് ഉള്ള നഴ്സസ് ട്രൈ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവരിപ്പോൾ തന്നെ പ്രോസസ്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ വൺ ഓഫ് ദ ബെസ്റ്റ് കൺട്രി എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രൊസീജിയർ എന്തായാലും സിമ്പിൾ ആയിരിക്കും, അതിൻ്റേതായിട്ടുള്ള കോംപ്ലക്സിറ്റി എന്തായാലും അതിനകത്തുണ്ടാവും. നമ്മളിപ്പം ഈ ഒരു ജേർണി തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 1.5 to 2 years അടുത്തായിട്ടുണ്ട് അല്ലേ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ നോക്കുവാണെങ്കിൽ ഒരു നഴ്സ് രജിസ്ട്രേഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിംഗിൾ സ്ട്രെച്ചിൽ കംപ്ലീറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു 8 to 11 months ടൈമേ ആവുന്നുള്ളൂ അല്ലേ. അപ്പോൾ പലരും ഈ പറഞ്ഞ പോലെ നഴ്സിംഗ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് നല്ല പാക്കേജിൽ പ്ലേസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് മുതൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ GNM നേഴ്സ് വിത്ത് മോർ ദാൻ 10 years ഓഫ് എക്സ്പീരിയൻസ് അത്രയും കോംപ്ലക്സിറ്റി ഉണ്ടായിട്ട് പോലും ഈ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത് ഓസ്ട്രേലിയ നഴ്സിംഗ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കിയത് മുതലുള്ള ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സക്സസ് സ്റ്റോറി നമുക്ക് ഷെയർ ഉണ്ട്. അത് മാത്രമല്ല നമ്മളിപ്പം 2 വർഷമല്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കമ്പനി റൺ ചെയ്യാൻ തുടങ്ങിയിട്ട്. നമ്മൾ അതിന് മുമ്പ് ഫ്രീലാൻസിങ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതുവഴി ഒത്തിരി നഴ്സസ് GNM വിത്ത് 10 year എക്സ്പീരിയൻസ് ഉള്ളതും GNM കഴിഞ്ഞിട്ട് ഒരു ഓൺലൈൻ കോഴ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അത് കംപ്ലീറ്റ് ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്ത് ഒത്തിരി നഴ്സസ് ഉണ്ട്. നമ്മുടെ ഗൂഗിൾ റിവ്യൂസ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഗൂഗിൾ റിവ്യൂവിൽ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത നഴ്സസ് അവരുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഷെയർ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ഡെസ്മ ഇൻ്റർനാഷണലിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ആണെങ്കിലും യൂട്യൂബ് ചാനലാണെങ്കിലും നമ്മൾ നഴ്സസിൻ്റെ ടെസ്റ്റിമോണിയൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനാണ്, ഓസ്ട്രേലിയയിലേക്ക് റീച്ച് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. റീസെൻ്റ്ലി നമ്മുടെ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഓസ്ട്രേലിയയിൽ എത്തിയ ഒരു നഴ്സിന് കിട്ടിയ സാലറി എന്ന് പറയുന്നത് $49 per hour ആണ്. ഇത് ഒരു ബേസിക് പേ മാത്രമാണ്. ഇത് കൂടാതെ അഡീഷണൽ എമൗണ്ട് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ഇത് കൂടാതെ ആൾക്ക് റീലൊക്കേഷൻ അലവൻസും കൂടെ കിട്ടി. അതെ റീലൊക്കേഷൻ പറയണം. റീലൊക്കേഷൻ അലവൻസ് മോർ ദാൻ 15,000 കിട്ടിയിട്ടുണ്ടായിരുന്നു. വിത്ത് ഫാമിലി ആയിട്ടാണ് മൈഗ്രേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അത് നമ്മുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് തന്നെയാണ് റീസെൻ്റ്ലി പോയത്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇപ്പം UK വഴി മൈഗ്രേറ്റ് ചെയ്തതോ അയർലൻഡ് വഴി മൈഗ്രേറ്റ് ചെയ്യുന്ന നഴ്സസിന് ഓൾറെഡി സിമിലർ കൈൻഡ് ഓഫ് ഹെൽത്ത് കെയർ സെറ്റിംഗിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ മോർ ദാൻ $52 per hour എല്ലാം കിട്ടുന്നുണ്ട്. അതെ, ആ ഒരു നഴ്സിന് 52 ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കേസ് എന്ന് പറയുന്നത് നമ്മുടെ
നാട്ടിൽ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. നാട്ടിലും എക്സ്പീരിയൻസ് ഉണ്ട്, പിന്നെ GCCയിലും എക്സ്പീരിയൻസ് ഉണ്ട്. എന്നിട്ട് $49 കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് തന്നെ ആൾക്ക് ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ നാട്ടിലെ നഴ്സസിനെ നോക്കുവാണെന്നുണ്ടെങ്കിൽ അവർ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. 13 to 14 hours കണ്ടിന്യൂസ് ഷിഫ്റ്റ്സ് അവർ എടുക്കുന്നുണ്ട്. ഇത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ജോബ് ചെയ്തിട്ട് പോലും അതിനുള്ള റെക്കഗ്നിഷൻ അവർക്ക് കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ള നഴ്സസിനെ നോക്കുവാണെന്നുണ്ടെങ്കിലും പലരെയും ഈ ഒരു പ്രൊസീജിയറിൻ്റെ എക്സ്പെൻസ് ഇത്രയും ആയതുകൊണ്ട് 8.5 lakh INR ആയതുകൊണ്ട് തന്നെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാറില്ല. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കേസ് എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിലത്തെ നഴ്സസിനെയാണ്. അവർക്ക് മേ ബി ഒരു 20,000 ഇപ്പോൾ ഫ്രഷർ ആയിട്ടുള്ള ഒരാൾക്ക് മേ ബി ഒരു 20-25 ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും സാലറി വരുന്നുണ്ടാവുക. ഈ ഒരു പാക്കേജിൽ നിന്നിട്ട് ഈ 8.5 lakh ഡിഫറെൻറ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ അവർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അവരുടെ ആനുവൽ ഇൻകം വരെ ഇതിൻ്റെ ഒരു എന്താ പറയുക 1/4 പോർഷൻ പോലും വരുന്നില്ല. അപ്പോൾ അതും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഈ 8 to 8.5 lakhs എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ്റെ കോസ്റ്റ് അല്ല. രജിസ്ട്രേഷൻ എക്സാമിനേഷന് ആകെ കുറച്ച് എമൗണ്ടേ വരുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഇതിനിപ്പം ഗവൺമെൻറ് ഫീസ് ഉണ്ടാവും, എക്സാം ഫീസ് ഉണ്ട്, കോച്ചിങ് വരുന്നുണ്ട്. നമ്മളിപ്പം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു NCLEXൻ്റെ കോച്ചിങ്, OSCEയുടെ കോച്ചിങ്. സോ അതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഓസ്ട്രേലിയക്ക് പോകുന്ന ടിക്കറ്റ് ചാർജ് വരെ നമ്മൾ ആഡ് ചെയ്തിട്ട് പറഞ്ഞിരിക്കുന്ന എമൗണ്ടാണ്. ഇതെല്ലാം കാൻഡിഡേറ്റ്സ് ഡയറക്റ്റ് പേ ചെയ്യേണ്ട എമൗണ്ടാണ്. ഇപ്പം നാട്ടിലൊരു നഴ്സിന് ഈ ഒരു എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിക്കും അതൊരു ഫാക്ട് തന്നെയാണ്. കാരണം അവരുടെ സാലറി എന്ന് പറയുന്നത് 20 അല്ലെങ്കിൽ 25 ഒക്കെ ഉള്ളൂ. ഇവർക്ക് റീസെൻ്റ്ലി കുറേ സമരം കാര്യങ്ങളൊക്കെ നടന്നിട്ടാണ് നാട്ടിലെ നഴ്സസിന്, നമ്മുടെ കേരളത്തിലുള്ള കാര്യം ഞാൻ പറയണേ, ഈ ഒരു 20ലേക്ക് എത്താൻ സാധിച്ചത്. ഇനിയും അവർക്ക് സാലറി കൂടണമെങ്കിൽ ഇതുപോലെ ഇനിയും സ്ട്രൈക്കുകൾ ചെയ്താലേ മാത്രമേ പറ്റുള്ളൂ. അവർക്ക് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ ഓരോ സ്റ്റേജിൽ പേയ്മെൻറ്റ് ചെയ്ത് കുറച്ചായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ NCLEX എക്സാമിലേക്ക് കടക്കുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്ത് വെച്ച് അവർക്ക് വേണമെങ്കിൽ ഒന്ന് ഹോൾഡ് ചെയ്യാം. അതിനുശേഷം എമൗണ്ട് ആയി അവർ കുറച്ച് എമൗണ്ട് സേവ് ചെയ്ത് വെച്ചിട്ട് അടുത്ത സ്റ്റേജ് തുടങ്ങിയാൽ മതി. ഡെസ്മ ഇതിന് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു കാൻഡിഡേറ്റ് വരുമ്പോഴേക്കും നമ്മളൊരു ക്ലിയർ ബ്രേക്ക് ഡൗൺ അവർക്ക് കൊടുക്കും. ഡെസ്മ ഇൻ്റർനാഷണലിൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഫ്രീ ആയിട്ടുള്ള എല്ലാ ഗൈഡൻസും അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു മിനി ഹാൻഡ് ബുക്ക്. അതെ, ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ്റെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് പറയുന്നുണ്ട്. സോ ഡീറ്റെയിൽസ് അറിയേണ്ട കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അത് മാത്രമല്ല നമ്മുടെ ഇനിഷ്യൽ ഫ്രീ കൺസൾട്ടേഷനകത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം പ്രോസസ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമ്മുടെ കൗൺസിലേഴ്സ് കൊടുക്കാറുണ്ട്. അപ്പോൾ നഴ്സസിന് മനസ്സിലാവും ഒറ്റ സ്ട്രെച്ചിൽ ഈ ഒരു എമൗണ്ട് വേണ്ട. NCLEXന് 10 വർഷം വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു 10 വർഷം എന്തായാലും ആരും വെയിറ്റ് ചെയ്യില്ലല്ലോ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. എക്സാം എഴുതുക, ഹോൾഡ് ചെയ്ത് വെക്കുക, കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ കൊടുക്കുന്ന സമയത്ത് അവർക്കതൊന്ന് ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ അവർക്ക് മാനേജ് ചെയ്തിട്ട് തന്നെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. പലയിടത്തും നമ്മൾ കണ്ടേക്കുന്ന ഒരു പാറ്റേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പ്രൊസീജിയറിന് വേണ്ടിയിട്ട് ഓക്കെ ഒരു 4.5 lakh to 6 lakh ആവും, അല്ലെങ്കിൽ 7 to 8 ആവും എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പം അവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇത്രയും എമൗണ്ട് അല്ലേ ആവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു എക്സ്പെക്റ്റേഷനിലാണ് ഇനീഷ്യൽ സ്റ്റേജിലിരിക്കുക. ഇപ്പം പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തൊരു മിഡ് ആകുമ്പോഴായിരിക്കും ഇവർക്ക് ഒരു എസ്റ്റിമേറ്റ് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഓക്കെ ഇപ്പോൾ 4 lakh പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് 5.5 lakh സ്പെൻഡ് ആയല്ലോ എന്ന്. അപ്പോൾ അതും ഒരു എന്താ പറയുക ഈ പ്രൊസീജിയറിനെ കോംപ്ലെക്സ് ആക്കുന്ന വേറൊരു കാര്യമാണ്. കാരണം ഇവർക്ക് ഇപ്പം 8.5 lakh INR നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈവൻ എത്ര ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് ആ റിയാലിറ്റി അറിയാം. ഓക്കെ 8.5 lakh ആവുന്നുണ്ട് മൊത്തം പ്രൊസീജിയറിന് വേണ്ടിയിട്ട്. സോ ഞാനതെൻ്റെ കയ്യിൽ കരുതി വെക്കണം എന്നുള്ളത് അവർ തന്നെ അവെയർഡാണ്. പക്ഷേ പലയിടത്തും മിസ്ലീഡ് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്. ഇപ്പം നമ്മളുടെ അടുത്ത് ഒരു എൻക്വയറി കോൾ വരുമ്പം ഡെസ്മ പോലുള്ള പല കൺസൾട്ടൻസീസിൽ ഇവർ പോയിട്ട് എൻക്വയറി ചെയ്തിട്ടുണ്ടാകും. അപ്പം നമ്മൾ 8.5 lakh എന്ന് പറയുമ്പം കോസ്റ്റ് എന്ന് പറയുന്ന പാർട്ടിലെത്തുമ്പോൾ അവർ പറയുന്നത് ഓക്കെ ഈ ഒരു എക്സ് എന്ന് പറഞ്ഞ ഒരു കൺസൾട്ടൻസിന്ന് പറഞ്ഞത് 4 lakh ആവുന്നതാണല്ലോ, ഇപ്പുറത്തുനിന്ന് പറഞ്ഞത് 3.5 lakh ആണല്ലോ വിത്ത് അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്ര ടൈമേ എടുക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്ന ഒരുപാട് കാൻഡിഡേറ്റ്സിനെ നമ്മൾ കാണാറുണ്ട്. അതെ, ഈ ഒരു എമൗണ്ടും നമ്മുടെ എമൗണ്ടുമായിട്ട് മാച്ച് ആവാണ്ട് ഡയറക്റ്റ് വന്ന് ചോദിക്കുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ട്. അതിൻ്റെ റീസൺ ഇതാണ്, നമ്മൾ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. കാരണം പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അവരാണ്. ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ വന്നിട്ട് ഇത്ര എമൗണ്ട് വേണം എന്ന് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളത് ആദ്യം തന്നെ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും കാൻഡിഡേറ്റ്സിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് നല്ലത്. ഈവൻ ഇപ്പം അക്കോമഡേഷൻ്റെ കേസ് തന്നെ നോക്കുവാണെങ്കിലും കൗൺസിൽ ചെയ്യുമ്പോൾ പറയുമ്പോൾ ഓക്കെ അതൊക്കെ ആ
സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ ഓക്കെ ആക്കി തരാം എന്ന് പറഞ്ഞ് വരെ ക്യാൻവാസ് ചെയ്യുന്ന ആളുകളുണ്ട്. 8.5 ലാക്സ് ടോട്ടൽ എക്സ്പെൻസ് ആണെന്ന് പറഞ്ഞല്ലോ. ഈ ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നഴ്സ് ആയിക്കഴിഞ്ഞാൽ ഒരു ഫ്രഷറിന് തന്നെ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് അത്യാവശ്യം 4 to 5 ലാക്സ് വരുന്നുണ്ട്. പെനാൽറ്റി ഒന്നും കൂടാത്ത എമൗണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ തന്നെ ഒരു 2 മാസത്തെ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് രജിസ്ട്രേഷന് മുടക്കിയ എമൗണ്ട് തിരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഈ നാട്ടിൽ നമ്മളൊരു 20,000 25,000 ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഒരു റെക്കഗ്നീഷനും ഇല്ലാതെ നമ്മൾ വർക്ക് ചെയ്യുന്നതിലും എന്തുകൊണ്ടും ഭേദം എന്ന് പറയുന്നത് ഒരു ഇത്തിരി റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഈ 8.5 ലാക്ക് സ്പെൻഡ് ചെയ്തിട്ടാണെങ്കിൽ പോലും ഈ ഓസ്ട്രേലിയ പോലൊരു കൺട്രിയിൽ വന്ന് സെറ്റിൽ ഡൗൺ ചെയ്യുന്നതാണ് എപ്പോഴും നന്നായിട്ടുണ്ടാകും. പിന്നെ ഡെസ്മ ഇൻ്റർനാഷണലിൻ്റെ സർവീസ് ചാർജ് തന്നെ നമ്മൾ അവർക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള പേയ്മെൻറ്റ് പ്ലാൻസ് കൊടുക്കാറുണ്ട്. നമ്മൾ ഒരുമിച്ച് തന്നെ വാങ്ങിക്കാറില്ല. നമ്മുടെ എമൗണ്ട് പല സ്റ്റേജസ് ആയിട്ടാണ് കാൻഡിഡേറ്റിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാറുള്ളത്. ഏതെങ്കിലും ഫെസ്റ്റിവൽ വരുന്ന സീസൺ ആണെങ്കിൽ നമ്മൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള പേയ്മെൻറ്റ് പ്ലാൻസ് കൊടുക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ തന്നെ നമുക്ക് ഓണത്തിൻ്റെ സമയത്ത് നമ്മൾ അങ്ങനെ കൊടുത്തിട്ട് കുറേ കാൻഡിഡേറ്റ്സിന് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. മെജോറിറ്റി എന്ന് പറയുന്നത് ഫ്രഷേഴ്സ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഫ്രഷേഴ്സിനെ അഫോർഡ് ചെയ്യാൻ എപ്പോഴും പറ്റാറില്ല എന്നുള്ള കാര്യം തുടക്കത്തിൽ പറഞ്ഞു. നമ്മൾക്ക് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത കാൻഡിഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പേയ്മെൻറ്റ് ആയതുകൊണ്ടും ഈ പറയുന്ന നാട്ടിൽ വർക്ക് ചെയ്യുന്ന നഴ്സസിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ടും ഏറ്റവും കൂടുതൽ നമ്മളുടെ കൂടെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഫ്രഷർ നഴ്സസ് തന്നെയായിരുന്നു ആ സമയത്ത്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കാൻഡിഡേറ്റ് നമ്മളെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ഫസ്റ്റ് പേയ്മെൻറ്റ് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് പേയ്മെൻറ്റ് പ്ലാൻ സെറ്റ് ചെയ്ത് കാൻഡിഡേറ്റിന് കൊടുക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ കുറേ കൗൺസിലേഴ്സ് ആണെങ്കിലും എന്നോട് വന്ന് ചോദിക്കാറുണ്ട് ഈ ഒരു കാൻഡിഡേറ്റിൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ കാൻഡിഡേറ്റിൻ്റെ കയ്യിൽ ഇത്ര എമൗണ്ടാണ് ഉള്ളത്, അവർക്ക് ഉടനെ തന്നെ രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇൻഡിവിജ്വലിന് വേണ്ടിയിട്ട് തന്നെ സെപ്പറേറ്റ് പേയ്മെൻറ്റ് പ്ലാൻ്റെ അത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാറുമുണ്ട്. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡെസ്മ ഇൻ്റർനാഷണലിന് വേറെ ഹിഡൻ കോസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എന്താണോ വാങ്ങിക്കുന്നത് അത് ആദ്യം തന്നെ അവരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ലാസ്റ്റ് എനിക്കൊരു കാൻഡിഡേറ്റിനെ കിട്ടിയ അപ്പം വാട്സപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം പുള്ളി എനിക്കൊരു എക്സൽ അയച്ചു തന്നു. എക്സൽ അയച്ചു തന്നിട്ട് നമ്മളിപ്പം മറ്റേ ഫോം ഫില്ല് ചെയ്യില്ലേ, ഫോം ഫില്ല് ചെയ്യുന്ന പോലെ ഒരുപാട് സെക്ഷൻ കൊടുത്തേക്കോട്ടെ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ വായിച്ച് വരുമ്പം അതിൻ്റെ അവസാനം ഹിഡൻ കോസ്റ്റ് എന്നിട്ട് അതിൻ്റെ INR എത്രയാണ്, യൂറോയിൽ എത്രയാണെന്ന് ചോദിച്ചേക്കുക. അപ്പം എനിക്ക് അത് കണ്ടപ്പോഴാണ് എനിക്കും മനസ്സിലായി ഓക്കെ പലയിടത്തും ഒരു എമൗണ്ട് പറഞ്ഞിട്ട് അവസാനം വരുമ്പം ഇന്നൊരു സർവീസിൻ്റെ ഒരു എമൗണ്ട് നമ്മൾ അന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ, അതിൻ്റെ എമൗണ്ടും കൂടെ നിങ്ങൾക്ക് ഫൈനൽ സ്റ്റേജിൽ വരും എന്ന് പറയുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത്. അതെ, അതുകൊണ്ട് തന്നെയാണ് കാൻഡിഡേറ്റ് ഡെസ്മ ഇൻ്റർനാഷണലിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ തന്നെ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹിഡൻ കോസ്റ്റ് ഉണ്ടോ, ഈ ഒരു സർവീസ് ചാർജ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് എന്തെങ്കിലും പേയ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ എടുത്ത് ചോദിക്കാറുണ്ട്. പലരും ഈ ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഫുള്ളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്താണ് കോസ്റ്റ് വരുന്നത്. നമ്മുടെ ഇതിനകത്ത് വേറെ ഹിഡൻ കോസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. അറ്റസ്റ്റേഷൻ മുതലുള്ള കാര്യങ്ങൾ നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹിഡൻ കോസ്റ്റ് കാര്യങ്ങളൊന്നും വരാറില്ല. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആപ്ര രജിസ്ട്രേഷൻ ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിലും ഡിഫറെൻറ്റ് റെഗുലേറ്ററി ബോഡീസ് വരുന്നുണ്ട്. ഈ എൻക്ലെക്സാറൻ, ഓസ്കി, ലാംഗ്വേജ് ടെസ്റ്റ് എന്ന് പറയുന്ന 3 സ്റ്റേജ് ഇടയിൽ മൈന്യൂട്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ഈ ഓരോ കാര്യങ്ങളും കാൻഡിഡേറ്റിന് ക്ലിയർലി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. മേജർലി കാൻഡിഡേറ്റ് ഫോക്കസ് ചെയ്യേണ്ടത് എൻക്ലെക്സാറിനും ഓസ്കിയും ലാംഗ്വേജ് ടെസ്റ്റാണ്. അവർ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ലെങ്കിൽ പോലും നമ്മൾ ആ ഒരു ട്രാൻസ്പെറൻസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഓരോ കാര്യങ്ങളും അവരുടെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്ന day 1 ഓൺവേർഡ്സ് അൺടിൽ അവർ ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നമ്മളുടെ സർവീസ് കൊണ്ടുപോകുന്നത് അല്ലേ. ഡെസ്മ ഇൻ്റർനാഷണൽ എങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ കാൻഡിഡേറ്റിൻ്റെ ലോഗിൻ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് തന്നെ അറിയാൻ പറ്റും ഈ ലോഗിൻ ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സ്റ്റേജിലായി എന്നുള്ളത് പോർട്ടൽസിൽ കയറി നോക്കിയാൽ അവർക്ക് അറിയാൻ പറ്റും. പക്ഷേ ഇത് അവർക്ക് കയറി നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ഓൾറെഡി ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഡെസ്മയുടെ ടോപ്പ് മാനേജ്മെൻറ്റ് തുടങ്ങി കൗൺസിലേഴ്സ് വരെയുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ തന്നെ കൗൺസിലേഴ്സും ഡോക്യുമെൻറ്റേഷൻ ടീമും കാൻഡിഡേറ്റിനെ ഇൻഫോം ചെയ്യാറുണ്ട്, നിങ്ങളിപ്പോൾ ഇന്ന സ്റ്റേജിലാണെന്ന് പറയാറുണ്ട്. ഇൻ കേസ് അവർക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ പോർട്ടലിൽ കയറിയിട്ട് നോക്കാൻ പറ്റും. പലരും ലോഗിൻ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാറില്ല. നമ്മൾക്ക് തന്നെ ഇപ്പോൾ കാൻഡിഡേറ്റ് ഫസ്റ്റ് എൻക്വയറി വരുന്ന സമയത്ത് നിങ്ങൾ ലോഗിൻ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യാറുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മളത് പ്രൊവൈഡ് ചെയ്തിട്ട് തന്നെയാണ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും ഹൈഡ് ചെയ്യാനുണ്ടെങ്കിലാണ് നമ്മൾ പേടിക്കേണ്ട കാര്യമുള്ളൂ. നമ്മളെല്ലാം അത്രയും ഓപ്പൺ ആയിട്ട് കാൻഡിഡേറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താണ് പോകുന്നത്. ഫസ്റ്റ് മുതൽ എന്താണ് റിക്വയർമെൻ്റ് എന്ന് തുടങ്ങി ഫൈനൽ രജിസ്ട്രേഷൻ വരെയുള്ള കാര്യങ്ങളും അത് കഴിഞ്ഞിട്ടുള്ള സർവീസും ഒക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ വരുന്ന ഒരു കാര്യമാണ് എൻക്ലെക്സ്, ഓസ്കി,
ലാംഗ്വേജ് ടെസ്റ്റ്. ഇത് മൂന്ന് സ്റ്റേജാണ്. അപ്പോൾ ആദ്യമായിട്ട് എൻക്വയറി ചെയ്യുന്ന ഒരു നേഴ്സിന് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കും ആദ്യത്തെ സ്റ്റേജ് ഇതാണ്. ചില നേഴ്സസ് വന്ന് ചോദിക്കാറുണ്ട്, ഞാൻ ഇംഗ്ലീഷ് ടെസ്റ്റ് ക്ലിയർ ചെയ്തിട്ട് വരാം എന്നിട്ട് നമുക്ക് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വരുന്ന കേസസ് ഉണ്ട്. ഈവൻ എൻക്ലെക്സ് ആർ എക്സാമിനേഷൻ ഞാൻ പാസ്സാവട്ടെ എന്നിട്ട് ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ തരാമെന്ന് പറഞ്ഞ് വരുന്ന കേസ് ഉണ്ട്. അപ്പം അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർക്ക് അതിനെ പറ്റിയിട്ട് ഒരു ഐഡിയയും ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കണേ. എൻക്ലെക്സ് എക്സാം പേപ്പർ വർക്ക് ഇല്ലാതെ എഴുതാൻ പറ്റും എന്നാണ് പലരുടെയും വിചാരം. എന്താ അറിയോ, പലരും ലാംഗ്വേജ് ടെസ്റ്റുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. OET IELTS എന്നൊക്കെ പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒരു ഡേറ്റ് എടുത്ത് പോയി എഴുതാൻ പറ്റും. പക്ഷേ എൻക്ലെക്സ് അങ്ങനെയല്ല. അതിൻ്റെ പ്രോപ്പർ ഡോക്യുമെൻറ്റേഷനും ഡിസിഷനൊക്കെ വന്നു കഴിഞ്ഞാലാണ് എക്സാം എഴുതാൻ പറ്റുള്ളൂ. സോ അത് പ്രോസസ്സിനെ കുറിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ്. ഡെസ്മ അങ്ങനെയല്ല, പ്രോപ്പറായിട്ട് ഓരോ സ്റ്റേജും നമ്മൾ കാൻഡിഡേറ്റുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇംഗ്ലീഷ് ടെസ്റ്റ് എടുത്തിട്ട് വരാമെന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പ്രോസസ്സ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത് നമുക്കൊരു 1 ഇയർ അല്ലെങ്കിൽ ഒരു 1.5 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്തെങ്കിലും ഒരു ഡിലേ വന്നിട്ട് പ്രോസസ്സ് ഡിലേ ആയാൽ ഇവരുടെ സ്കോർ എക്സ്പയർ ആയി പോകും. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കോവിഡിൻ്റെ സമയത്തല്ലേ ഒത്തിരി നഴ്സസ് ആദ്യമേ ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതി വെച്ചു, എന്നിട്ട് പ്രോസസ്സ് തുടങ്ങി എൻക്ലെക്സും OSCE ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും രണ്ടാമത് എഴുതേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം PR-ൻ്റെതാണ്. PR-ന് സ്കോർ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് വിസയുടെ സ്റ്റേജ് ആവുന്നതിനും തൊട്ട് മുന്നേ ആയിട്ടാണ്. അപ്പം ഞാനിപ്പം 2024 സ്റ്റാർട്ടിങ്ങിൽ സ്കോർ എടുത്ത് വെച്ച് PR-ൻ്റെ ഫൈനൽ സ്റ്റേജിൽ സ്കോർ കൊടുക്കുമ്പോഴേക്കും ഞാൻ പിന്നെയും എമൗണ്ടും സ്പെൻഡ് ചെയ്യണം, എൻ്റെ എഫേർട്ടും പോകും. രജിസ്ട്രേഷൻ നോക്കുകയാണെങ്കിൽ 2 years ആണ് വാലിഡിറ്റി. ഇപ്പോൾ PR-ൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് ടെസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എഴുതിയ ഡേറ്റ് മുതൽ 3 വർഷം വാലിഡിറ്റിയാണ് PR-ന് കൺസിഡർ ചെയ്യുക. സോ ലേറ്റായിട്ട് എക്സാം എഴുതുകയാണെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും. ആ ഒരു സെയിം സ്കോർ തന്നെ പിന്നീടും യൂസ് ചെയ്യാം. അപ്പോൾ ഈ സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സ്പ്ലിറ്റപ്പ് ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കാൻഡിഡേറ്റ്സിന് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പം ചില എൻക്വയറീസ് വരുമ്പോഴേ കോമഡിയാണ്, പക്ഷേ ചിലർ ചോദിക്കും, ഞാൻ ലാംഗ്വേജ് ടെസ്റ്റ് മാത്രം കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് ഓസ്ട്രേലിയയിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ട്. അതേപോലെ റീസെൻ്റ്ലി എനിക്കൊരു കാൻഡിഡേറ്റ് വന്നത്, ആൾക്ക് സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ആൾക്ക് അവിടെ കോൺട്രാക്ട് ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുതിയ കോൺട്രാക്റ്റിലേക്ക് കയറാൻ വേണ്ടി ഇനി 4 മാസമേ ഉള്ളൂ. ആൾക്ക് എൻക്ലെക്സ് ആർ എഴുതാൻ വേണ്ടി നാട്ടിൽ വരാൻ പറ്റില്ല, OSCEക്ക് ഓസ്ട്രേലിയയിൽ പോകാൻ പറ്റില്ല, ഒന്നിനും ആൾക്ക് പറ്റില്ല. ബട്ട് 4 months പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തിട്ട് ആൾക്ക് ഓസ്ട്രേലിയയിൽ എത്തണം. അങ്ങനെ വരുന്ന എൻക്വയറീസ് ഉണ്ട്. അതായത് അത് മെയിനായിട്ട് എന്താ പ്രശ്നം എന്നറിയാവോ, ഈ ടൈം ലൈൻ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പല രീതിയിലാണ് ഈ സെയിം കാര്യത്തെ തന്നെ കൺവേ ചെയ്യുന്നത്. എത്ര ടൈം എക്സ്പെക്റ്റ് ചെയ്യണം എന്ന് ചോദിക്കുമ്പം 6 to 7 months കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറയുന്ന കൺസൾട്ടൻസീസ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ 1 yearന് മേലെ പോകും എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് എന്താ പറയുക ഡിഫറെൻറ്റ് ടൈം പറയുന്ന ഇതുണ്ട്. അപ്പം യൂഷ്വലി കാൻഡിഡേറ്റ് തന്നെ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ് ശരിക്കും ആരെ വിശ്വസിക്കും എന്നുള്ളത്. പലരും ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ അവർ എൻക്വയറി ചെയ്യുന്നിടത്ത് ക്ലയൻറ്റിനെ വേഗം ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക ഒരു 4 to 5 months വരെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് പിച്ച് ചെയ്ത് വിടുന്ന ആളുകളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഡെസ്മെൻ്റ് എടുത്തൊരു കാൻഡിഡേറ്റ് വന്നാൽ 1-2 മാസം കൊണ്ടല്ല അവരുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. അവർ രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ ഫൈനൽ കിട്ടി, രജിസ്ട്രേഷൻ കിട്ടി, അത് കഴിഞ്ഞ് PR കിട്ടുന്ന സ്റ്റേജ് വരെ നമ്മളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യുന്ന ആളുകളാണ്. ഒരു 2 വർഷം അല്ലെങ്കിൽ ഒരു 3 വർഷം നമ്മൾ ഈ ഒരു കാൻഡിഡേറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. പിന്നെ ഉള്ളത് നമ്മളിപ്പം പ്രോസസ്സിനെ കുറിച്ചിട്ടുള്ളൊരു അവയർനെസ് കൊടുക്കുന്നു എന്ന് വയ്ക്കുക. അതല്ലാണ്ട് ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും റെഗുലേറ്ററി ബോഡിയുടെ കാര്യങ്ങൾ ചേഞ്ചസ് വരികയാണെങ്കിൽ അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഡെസ്മ ഇൻ്റർനാഷണൽ എന്ന് പറയുമ്പോൾ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് പ്രോസസ്സ് മെയിനായിട്ട് ചെയ്യുന്ന കൺസൾട്ടൻസിയാണ്. സോ നമ്മളത് അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ വാച്ച് ചെയ്യാറുണ്ട്. ഇപ്പം റെഗുലേറ്ററി ബോഡീസിൻ്റെ എന്തെങ്കിലും ചേഞ്ചസ് വന്നാലും അതൊക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ അറിയാറുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കാൻഡിഡേറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലേ. റീസെൻ്റ്ലി ന്യൂസിലാൻഡിൻ്റെ ഒരു ചേഞ്ചസ് വന്നില്ലായിരുന്നു. ന്യൂസിലാൻഡിൽ രജിസ്ട്രേഷൻ പ്രോസസ്സിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഓസ്ട്രേലിയയുടെ പോലെ തന്നെ ആയി എന്നുള്ളത്. സോ നമ്മൾ അപ് ടു ഡേറ്റ് ആണെങ്കിൽ മാത്രമാണ് നമ്മുടെ കാൻഡിഡേറ്റിനോടും കൂടി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുകൂടാതെ ജൂലൈ 2024 ന്യൂസിലൻഡ് പാത്വേയിലും ചേഞ്ച് വന്നിട്ടുണ്ട്. നമ്മളുടെ കൂടെ പ്രോസസ്സിങ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ അവരിത് അറിഞ്ഞു വരുന്നേക്ക് മുന്നേ നമ്മളത് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു.
ഡെസ്മയുടെ ടീമിൽ നമ്മളെടുത്തേക്കുന്ന ഈച്ച് ആൻഡ് എവറി മെമ്പർ എന്ന് പറയുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. ഒരു നഴ്സിൻ്റെ പ്രൊഫൈൽ വരുമ്പം അവർക്ക് നമ്മളിപ്പം പ്രൊസീജിയർ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, ഇപ്പം റീസെൻ്റായിട്ട് എനിക്കൊരു കാൻഡിഡേറ്റ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തത്, ആളെ ഞാൻ ഫസ്റ്റ് കോളിൽ വിളിച്ച് ഡീറ്റെയിൽ പറഞ്ഞു, അത് കഴിഞ്ഞ് പിന്നെ എന്തോ ഡൗട്ട് വന്നപ്പോഴും ഡീറ്റെയിൽ പറഞ്ഞു. ഇവർക്ക് നമ്മളിപ്പോൾ ഒരു 10 പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ അവർക്ക് ഡൗട്ട്സ് കാരണം കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഒന്നുകൂടെ പറഞ്ഞു തരുമോ എന്ന് പറയുന്ന ആളുകളായിരിക്കും. സോ നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്ന ടീമും അതേപോലെ എന്താ പറയുക 24/7 കാൻഡിഡേറ്റിന് അവൈലബിൾ ആയിട്ടുള്ള ആളുകളെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്നത്. അവർക്ക് പ്രൈമറി ചിലപ്പോൾ എൻക്വയറി ഇടുന്നത് ഒരാളുടെ അടുത്തും ശേഷം ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്നത് വേറൊരാളും ആയിരിക്കാം. നമ്മളിവിടെ എന്ന് പറയുമ്പം ഈച്ച് ആൻഡ് എവറി മെമ്പർ ആ ഒരു കാൻഡിഡേറ്റിന് വേണ്ടിയിട്ട് ടൈം കണ്ടെത്താറുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം എൻ്റെ ഒരു കാൻഡിഡേറ്റ് ആണ്, നാളെ എൻ്റെ ആബ്സെൻസിൽ വേറൊരാൾക്ക് ഹാൻഡിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഫൈലിനെ പറ്റി അവർക്ക് കംപ്ലീറ്റ് ഐഡിയ ഉണ്ടാവണം. സോ നമ്മൾ അങ്ങനെയാണ് കാൻഡിഡേറ്റ്സിൻ്റെ പ്രൊഫൈൽ ഇവിടെ ഹാൻഡിൽ ചെയ്ത് പോകുന്നത്. എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സായിട്ടും കാൻഡിഡേറ്റിന് ആക്സസ് ഉണ്ടാവും. ഈവൻ എൻ്റെ അടുത്താണെങ്കിൽ കൂടി വാട്സപ്പിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് കോൾ ആണെങ്കിലും ഞാൻ ആൻസർ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, ഡോക്യുമെൻറ്റേഷൻ ടീമും കൗൺസിലേഴ്സും ഉള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. നമ്മൾ ഈ ഒരു ആപ്ര രജിസ്ട്രേഷൻ പ്രോസസ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈം ലൈൻ നമ്മൾ പറഞ്ഞല്ലോ 8 to 11 months വരുന്ന കാര്യമാണ്. അപ്പം സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുവാണ് ഒരു കാൻഡിഡേറ്റിനെന്നുണ്ടെങ്കിൽ അതിൽ മൈന്യൂട്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അതിപ്പോൾ രജിസ്ട്രേഷൻ പ്രൊസീജിയർ മാത്രമല്ല കേട്ടോ, ഏത് കൈൻഡ് ഓഫ് സർവീസ് ആണെന്നുണ്ടെങ്കിലും മിസ്റ്റേക്സ് പറ്റാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ഇപ്പം നമ്മളിവിടെ ഓരോ കാൻഡിഡേറ്റ്സിൻ്റെയും ചെറിയ ചെറിയ സ്റ്റെപ്സ് കഴിയുമ്പോഴും അവരുടെ അടുത്ത് നിന്ന് റിവ്യൂസ് കളക്ട് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഇത് കൂടാതെ വേറൊരു കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് മാത്രമാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാറുള്ളൂ. ഇപ്പം ഈ പറഞ്ഞ പോലെ നഴ്സിംഗ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നമുക്ക് ജോബ് കിട്ടുന്നോ, അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് വിസയിൽ ഫുൾ ഫാമിലി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാനോ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ കെയറർ വിസയുടെ കാര്യം. ഈ കെയറർ വിസയുടെ സമയത്ത് ഡോക്ടേഴ്സ് മുതൽ കെയററായിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളുടെ അടുത്ത് എൻക്വയറി ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഓസ്ട്രേലിയയിൽ എത്തണം എന്നാണ്. ഓക്കെ, എത്തിയെന്ന് തന്നെ വിചാരിക്കുക. എത്തി വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു സ്റ്റേജ് ആകുമ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാവുക ഓക്കെ അവിടുത്തെ ഒരു ലിവിങ് കോസ്റ്റും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ഈ ഒരു ജോബ് പറ്റില്ല. അവർക്ക് അവരുടെ പ്രൊഫഷനിലേക്ക് അപ്പം ടേൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ലേറ്റ് ആയിട്ടും ഉണ്ടാകും. സോ നമ്മളത് ക്ലിയർലി അവർക്ക് അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണോ, അവർക്ക് ഏറ്റവും കൂടുതൽ ഏർണിംഗ് ഏത് പോസ്റ്റിൽ നിന്നാണോ കിട്ടുന്നത് അതിനനുസരിച്ച് മാത്രമാണ് കാൻഡിഡേറ്റ്സിന് ഓരോ പ്രൊസീജിയേഴ്സും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറുള്ളൂ. അതെ, ഈ ഒരു പ്രോസസ്സ് തുടങ്ങുന്ന സമയത്ത് നഴ്സിനുള്ളൊരു കൺസേൺ ആണ് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സ് ഇനഫ് ആണോ എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഡെസ്മ അതിനെയും അവർക്ക് ഓവർകം ചെയ്യാനുള്ള സപ്പോർട്ട് കൊടുക്കാറുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളൊരു കംപ്ലീറ്റ് ചെക്ക് ലിസ്റ്റ് കൊടുക്കാറുണ്ട്. ഈവൻ സാമ്പിൾ ഡോക്യുമെൻ്റ് വേണമെന്നുണ്ടെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു അഫിഡവിറ്റ് വേണം, അതിൻ്റെ ഫോമാറ്റ് എങ്ങനെയാണെന്ന് പോലും പല ആളുകൾക്കും അറിയണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഫോമാറ്റും കാര്യങ്ങളും മുതൽ നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ വിസയുടെ സമയത്താണ് ഒരു വലിയൊരു ഡോക്യുമെൻറ്റ്സിൻ്റെ ചെക്ക് ലിസ്റ്റ് തന്നെ വേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് ഇനിഷ്യൽ സ്റ്റേജിൽ ആവശ്യമുള്ളതെന്നും പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ വേണം എന്നുള്ളതും ഒക്കെ ഡെസ്മ ഇൻ്റർനാഷണലിൻ്റെ എക്സ്പേർട്ട് ടീം ഗൈഡൻസ് കൊടുക്കാറുണ്ട്. അതൊക്കെ കൊണ്ട് അവരുടെ ആ ഒരു പ്രോസസ്സ് അവർക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനും പറ്റാറുണ്ട്. ഇപ്പം നമ്മൾ ഏത് കൺട്രിയുടെ രജിസ്ട്രേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ മൈഗ്രേഷൻ ആയിക്കോട്ടെ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എവറി 2 ഇയറിലോ അല്ലെങ്കിൽ 4 ഇയറിലോ ഒക്കെ വന്നിട്ട് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. ഇപ്പം കുറച്ച് നാൾ മുന്നേ ചോദിച്ച ഒരു ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ആയിരിക്കില്ല ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു 3-4 ഇയേഴ്സ് കഴിഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഇപ്പം ഓസ്ട്രേലിയയുടെ കേസ് ആണെങ്കിൽ പോലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ ലാംഗ്വേജ് റിക്വയർമെൻറ്റ്. ഇന്നിപ്പം IELTSന് ഇൻഡിവിജ്വലി 7 വേണമെന്നുണ്ടെങ്കിൽ നാളെ അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് റേസ് ചെയ്യുമോ അല്ലെങ്കിൽ അത് കുറക്കുമോ എന്നുള്ളതോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു റിസർച്ച് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരുന്നാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ പോലും അപ് ടു ഡേറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അതെ, ഓസ്ട്രേലിയയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു OBA പ്രോസസ്സ് എന്ന് പറയുന്നത് 2020 മാർച്ച് മുതലാണ് വന്നത്. അതിന് മുമ്പ് ഒരു ബ്രിഡ്ജിങ് എന്ന് പറയുന്ന ഒരു കോഴ്സായിരുന്നു. പക്ഷേ ഡെസ്മ ഇൻ്റർനാഷണൽ എങ്ങനെയാണ് ഫോളോ ചെയ്യണതെന്ന് വെച്ചാൽ ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാൻഡിഡേറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഡെസ്മ ഇൻ്റർനാഷണൽ മെയിനായിട്ട് ഓസ്ട്രേലിയൻ പ്രോസസ്സ് ചെയ്യുന്ന കൺസൾട്ടൻസി ആണല്ലോ. അപ്പോൾ ഇപ്പം റെഗുലേറ്ററി ബോഡിയിൽ എന്തെങ്കിലും പ്രോസസ്സ് ചേഞ്ചോ കാര്യങ്ങളോ വന്നാലോ നമ്മൾ അപ് ടു ഡേറ്റ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. അത് നമ്മുടെ കാൻഡിഡേറ്റിന് കൺവേ ചെയ്യാനും സാധിക്കുന്നുണ്ട്.
ഇപ്പോൾ ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ്റെ ഒരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഒത്തിരി നഴ്സസിന് വേക്കൻസി വരുന്നുണ്ട്. ഇപ്പോൾ ഡെസ്മ ഇൻ്റർനാഷണൽ ഫോക്കസ് ചെയ്യുന്നത് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ പ്രോസസ്സ് ആണെങ്കിലും ബാക്കിയുള്ള കൺട്രീസ് ലൈക്ക് ന്യൂസിലൻഡ്, US, പിന്നെ കാനഡ, UK അതുപോലുള്ള പ്രോസസ്സും നമ്മൾ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് നമ്മുടെ സ്ട്രോങ് പോയിൻ്റ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ അതോറിറ്റി അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളൊക്കെ വന്നാലും നമ്മൾ അപ് ടു ഡേറ്റ് ആണ്. ഡെസ്മ ഇൻ്റർനാഷണൽ ചെയ്യുന്ന പേപ്പർ വർക്ക് നമ്മളിപ്പോൾ US-ൻ്റെ ചെയ്യുന്നുണ്ട്, കാനഡയുടെ ചെയ്യുന്നുണ്ട്, ന്യൂസിലൻഡിൻ്റെത്, അങ്ങനെ പല കൺട്രിയുടേത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓസ്ട്രേലിയയുടേത് നമ്മൾ ഫോക്കസ് ചെയ്യാനുള്ളതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അങ്ങോട്ട് 2025 നല്ല വേക്കൻസീസാണ് വരുന്നത് നഴ്സസിന്. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി നഴ്സസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും ഓസ്ട്രേലിയ ഇപ്പം ഫോക്കസ് ചെയ്യുന്നത്. ഇനിയുള്ളൊരു 5 വർഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒത്തിരി ഹോസ്പിറ്റൽസ് ബിൽഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നഴ്സസിന് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ബാക്കിയുള്ള കൺട്രീനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അയർലൻഡ്, UK ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവിടുത്തെ ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. അതേസമയം ഓസ്ട്രേലിയയിൽ കൂടി വരികയാണ്. 2025 ആകുമ്പോഴേക്കും അത്യാവശ്യം നല്ല വേക്കൻസി ഉണ്ടാവും. ഇപ്പോഴേ രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ടൈമിൽ നഴ്സസിന് അവിടെ പ്ലേസ്ഡ് ആവാനായിട്ടും സാധിക്കും. ബിക്കോസ് ഓൾറെഡി ഇപ്പം തന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പം കറൻ്റ്ലി കുറച്ച് വേക്കൻസിയുടെ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ പ്രൊസീജിയറും കംപ്ലീറ്റ് ആയേക്കുന്ന നഴ്സസ് തന്നെ ഒരുപാടുണ്ട്. അപ്പം ഈ വേക്കൻസീസ് ഓപ്പൺ ആകുമ്പോൾ എന്ന് പറയുമ്പം എന്തായാലും ഫസ്റ്റ് പ്രിഫറൻസ് ഇവർക്കേ പോകുള്ളൂ. സോ ബാക്കിയുള്ള വേക്കൻസീസ് ഈ പറഞ്ഞ പോലെ ഫിൽ ഔട്ട് ആവുന്നതിന് മുന്നേ നമ്മൾ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് തന്നെയായിരിക്കും വരുന്നുണ്ട്. അതെ, നമുക്ക് ഇപ്പം എക്സാം പാസ്സായിട്ട് രജിസ്ട്രേഷൻ കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, നമ്മൾ പ്ലേസ്ഡ് ആവണം, നഴ്സസ് പ്ലേസ്ഡ് ആവണം. അല്ലാണ്ട് US ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈസൻസ് കിട്ടാൻ ഈസിയാണ്. NCLEX എന്ന് പറയുന്ന ഒരു എക്സാം മാത്രം മതി. ഈവൻ ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ ആവശ്യം പോലും ഇല്ല. പക്ഷേ നമ്മൾ ഈ ലൈസൻസ് എടുത്ത് വെച്ചതുകൊണ്ട് കാര്യമില്ല, ആ ഒരു പേപ്പർ വർക്ക് കംപ്ലീറ്റ് ചെയ്തതുകൊണ്ടും കാര്യമില്ല. ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതിൻ്റെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓസ്ട്രേലിയ തന്നെയാണ്. അതാണ് നമ്മൾ കൂടുതലും ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ ഫോക്കസ് ചെയ്യാനുള്ള റീസൺ. പിന്നെ ഇപ്പം പറഞ്ഞ പോലെ ഓസ്ട്രേലിയയിലെ ഓപ്പർച്യൂണിറ്റി കുറവാന്നല്ല, അത് കറക്റ്റായിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയണം. ഇപ്പോൾ പല ആളുകൾക്കും ഇപ്പോൾ തന്നെ പ്രോസസ്സ് ചെയ്യുന്നവരാണെങ്കിലും വേറൊരു കൺസൾട്ടൻസിനെ ഏൽപ്പിക്കുന്നവരാണെങ്കിലും ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടർ തന്നെയാണ്. അത് അപ്ലൈ ചെയ്ത് കിട്ടുന്ന രീതിയിൽ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിന് എന്തായാലും കാൻഡിഡേറ്റ് സെലക്ട് ആവുന്നുണ്ട്. ഇപ്പം തന്നെ കുറേ ഫേസ്ബുക്ക് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാവും. ഡെയിലി ഓഫർ ലെറ്റർ കിട്ടുന്ന കാൻഡിഡേറ്റ്സ് ഒത്തിരിയാണ്. അത് ഒരു ഓഫർ ലെറ്റർ ഒന്നും അല്ല, ആക്ച്വലി 2-3 ഓഫർ ലെറ്റേഴ്സ് കയ്യിൽ വെച്ചിട്ട് അതിൽ ഏത് പ്ലേസ് സെലക്ട് ചെയ്യണം എന്ന് നമ്മുടെ കാൻഡിഡേറ്റ്സും ചോദിക്കാറുണ്ട്. അപ്പോൾ അത്രയും ഓപ്പർച്യൂണിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് ജോബ് ഓഫറും കാര്യങ്ങളും കിട്ടുന്നത്. പക്ഷേ അതിൻ്റെ കറക്റ്റ് ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇൻ്റർവ്യൂവിന് സെലക്ട് ആവുള്ളൂ. ചില നഴ്സസിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീസെൻ്റ്ലി കുറച്ച് ദിവസം മുന്നേ എനിക്ക് വന്ന ഒരു എൻക്വയറിയാണ്. ആൾ GNM നേഴ്സാണ്. ആൾക്ക് 3 ഇയർ എക്സ്പീരിയൻസ് ഇല്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ്റർനാഷണൽ ക്വാളിഫിക്കേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞത് 3 വർഷത്തെ എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആണ്. അപ്പം ഇങ്ങനെയുള്ളൊരു കാൻഡിഡേറ്റിന് ഏതെങ്കിലും ഒരു കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വളരെയധികം താല്പര്യപ്പെടുന്ന കാൻഡിഡേറ്റ് ആയിരിക്കും. നമുക്കിവർക്കിപ്പം ഓസ്ട്രേലിയയും സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ന്യൂസിലൻഡും സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർക്ക് ആറനായിട്ട് തന്നെ പോകണം എന്ന് പറയുമ്പം നമ്മൾ അവരുടെ റിക്വയർമെൻറ്റിനെ കൺസിഡർ ചെയ്തുകൊണ്ടും അതേപോലെ അവരുടെ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ലെവൽസ് വെച്ചിട്ട് അവർക്ക് ഏത് കൺട്രി ആണോ ഓക്കെ അതിനനുസരിച്ച് നമ്മൾ പ്രിഫർ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ഒരു കാൻഡിഡേറ്റ് നമുക്ക് US രജിസ്ട്രേഷൻ എടുക്കാൻ പറയുന്നതിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം അത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇൻ കേസ് ആൾക്ക് ജോബ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അങ്ങനെയും പോവാം. അതല്ല അപ്പോഴേക്കും ആളുടെ ആ ഒരു എക്സ്പീരിയൻസ് ക്രൈറ്റീരിയ മീറ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ GCAN പോലുള്ള ക്വാളിഫിക്കേഷൻ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ US രജിസ്ട്രേഷൻ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയുടെ 2nd and 3rd പാർട്ട് മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതി. ഈ ഒരു മെത്തേഡും നമുക്കവിടെ യൂസ് ചെയ്യാം. ഡെസ്മയുടെ ടീം എന്ന് പറയുമ്പോൾ ഓരോ കാൻഡിഡേറ്റിൻ്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ട് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കൺട്രി സജസ്റ്റ് ചെയ്യും അല്ലേ? അഫോർഡബിൾ ആയിട്ട് എക്കണോമിക്കലായിട്ട് അവർക്ക് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ കൺട്രീസും സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൂടാതെ നമ്മളിപ്പം കാൻഡിഡേറ്റ് വരികയാണെങ്കിൽ ഡെസ്മയുടെ കൗൺസിലേഴ്സ് 1-to-1 ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇപ്പം ഒരു കാൻഡിഡേറ്റിന് പെർട്ടിക്കുലർലി അവരുടെ എക്സ്പീരിയൻസും അവരുടെ ക്വാളിഫിക്കേഷനും അവരുടെ എക്സ്പീരിയൻസ് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഓരോ കൺട്രി സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. 1-to-1 ഗൈഡൻസ് കിട്ടുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അതും നമ്മുടെ എക്സ്പേർട്ട് ടീം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു ബൾക്ക് ക്രൗഡിൻ്റെ ഇൻ ബിറ്റ്വീൻ നിന്നിട്ട് അവരുടെ കൺസേൺസ് എല്ലാം തന്നെ ക്ലിയർ ചെയ്യാനുള്ള ചാൻസസ് വളരെയധികം കുറവാണ്. ഇപ്പം എല്ലാവരുടെയും ക്വയറീസ് അഡ്രസ്സ് ചെയ്യുമ്പോൾ മേ ബി
ആരാണോ അഡ്രസ്സ് ചെയ്യുന്ന ആൾക്കും ചിലപ്പം മിസ്സാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നമ്മളിപ്പോൾ ഈ ഒരു 1-on-1 ഗൈഡൻസ് കൊടുക്കുമ്പം എന്ന് പറയുമ്പം ഇൻഡെപ്ത് ആയിട്ട് അവരുടെ പ്രൊഫൈൽ നമുക്ക് അനലൈസ് ചെയ്തിട്ട് നമുക്ക് അവരുടെ ക്വയറീസ് അഡ്രസ്സ് ചെയ്യാൻ പറ്റാറുണ്ട്. ഇപ്പം വേറൊരു സിമ്പിൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഡിഫറെൻറ്റ് നഴ്സിംഗ് കൗൺസിൽസിന് ഈവൻ അറ്റസ്റ്റേഷൻ്റെ ഫോർമാറ്റിന് വരെ വളരെയധികം വ്യത്യാസം ഉണ്ടാവാറുണ്ട്. ഇപ്പം നമ്മളിവിടെ ഡെസ്മയിൽ ഒരു കാൻഡിഡേറ്റിനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ പ്രൊഫൈൽസിലുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കി അതിനെ റെക്ടിഫൈ ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും നമ്മൾ ഡോക്യുമെൻറ്റേഷൻ ആണെങ്കിലും ഈവൻ അറ്റസ്റ്റേഷൻ വരെ നമ്മൾ ഓരോ കൺട്രിയുടെയും സ്പെസിഫിക് ആയിട്ട് അതിൻ്റേതായിട്ടുള്ള ഫോമാറ്റിൽ ശ്രദ്ധിച്ച് തന്നെയാണ് വളരെ കാര്യമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈവൻ നമ്മൾ ഈ എടുക്കുന്ന ഒരു ടൈം പീരീഡ് അറ്റ് ദ ഏർലിയസ്റ്റ് നമുക്ക് ആ ഒരു ഇനീഷ്യൽ സ്റ്റേജ് നമുക്ക് എപ്പോഴും കംപ്ലീറ്റ് ആക്കാനായിട്ട് നമ്മളിങ്ങനെ ഒരു എന്താ പറയുക സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഫോളോ ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും പറ്റാറുണ്ട്. ഈ ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യം പറയുമ്പോൾ ഡെസ്മയുടെ ടീം എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ വിസയുടെ ആ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോഴേക്കും അത്യാവശ്യം ബാക്കി എല്ലാവർക്കും പേടിയാവുന്നൊരു കാര്യമാണ്, കുറച്ച് ടെൻഷൻ വരുന്നൊരു കാര്യമാണ് വിസയുടേത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം കുറേ റെഫ്യൂസൽസ് വരുന്നുണ്ടല്ലേ ഓസ്ട്രേലിയൻ പ്രോസസ്സ് ചെയ്യുന്ന. ഇപ്പോൾ ഓസ്കി എഴുതേണ്ട ആ ഒരു സ്റ്റേജിൽ വരുമ്പോഴേക്കും വിസിറ്റിംഗ് വിസയാണ് അപ്ലൈ ചെയ്യേണ്ടത്. കുറച്ച് റെഫ്യൂസൽസും കാര്യങ്ങളൊക്കെ സാധാരണ പുറത്തുനിന്നുള്ള ക്യാൻഡിഡേറ്റ്സ് വരാറുണ്ട് എന്ന് നമ്മളോട് പറയാറുണ്ട്. അപ്പോൾ ഡെസ്മ ഇതെങ്ങനെയാണ് ഡീൽ ചെയ്യണേന്ന് വെച്ചാൽ നമ്മൾ അവരുടെ പ്രൊഫൈൽ അനലൈസ് ചെയ്തിട്ട് എങ്ങനെ വിസ സക്സസ് റേറ്റ് ഉണ്ടാക്കാം എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ പ്രൊസീഡ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ റെഫ്യൂസൽ വരാൻ ചാൻസ് ഉള്ള ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ നമ്മൾ ഡോക്യുമെൻറ്റ്സ് ചെക്ക് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്വേഷൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മാത്രമാണ് നമ്മൾ വിസ ഫയൽ ചെയ്യാറുള്ളൂ. വേറൊരു ഫാക്ടർ അവിടെ വരുന്നത്, ഇപ്പം നമ്മൾ ഏതൊരു ഏജൻസീനെ നമ്മൾ സമീപിച്ചാലും ആ ഒരു ഏജൻസിയുടെ ടോട്ടൽ വിസ സക്സസ് റേറ്റ് കാൻഡിഡേറ്റിൻ്റെ പ്രൊഫൈലിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. ഡെസ്മ ഇൻ്റർനാഷണലിന് ഇത്രയും നാളൊരു ജേണിയിൽ അധികം റെഫ്യൂസൽസ് ഇല്ലാത്തതിൻ്റെ റീസൺ ഇത് തന്നെയാണ്. നമ്മൾ അതിൽ അത്രയും ഇൻഡെപ്തായിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ വിസ ഫയൽ ചെയ്യാറുള്ളൂ. പിന്നെ ചില എക്സെപ്ഷണൽ കേസസ് വരാറുണ്ട്. അത് ഇമിഗ്രേഷൻ്റെ കേസ് മാനേജറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾക്ക് മാക്സിമം ഡോക്യുമെൻറ്റ്സ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും വിസയുടെ സക്സസ് റേറ്റും അതുപോലെ തന്നെ ആയിരിക്കും. ഇപ്പോൾ വിസയുടെ കാര്യം വരുമ്പോഴേക്കും നമ്മൾ ലോയറിൻ്റെ ഒരു അസിസ്റ്റൻസ് കൂടി എടുക്കാറുണ്ട്. ഇപ്പോൾ പലരും ഫോർ എക്സാമ്പിൾ PR ഫയൽ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ വേറെ എവിടെയെങ്കിലും എൻക്വയറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ PR ഫയൽ ചെയ്യുന്നത് അവിടുത്തെ ഡോക്യുമെൻറ്റേഷൻ സ്റ്റാഫാണ്, അല്ലാണ്ട് ലോയർ ഒരിടത്തും ലോയർ ഫയൽ ചെയ്യാറില്ല. പക്ഷേ അതൊരു സെല്ലിംഗ് പോയിൻ്റായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ ഡെസ്മ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ലോയറിൻ്റെ ഗൈഡൻസ് എടുത്തിട്ട് നമ്മുടെ എക്സ്പേർട്ട് ഡോക്യുമെൻറ്റേഷൻ ടീം തന്നെയാണ് വിസ ഫയൽ ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് 99.9 സക്സസ് റേറ്റ് ഉള്ളതിൻ്റെ റീസണും. ഈവൻ നമ്മൾ ഈ രജിസ്ട്രേഷൻ പ്രൊസീജിയറിൻ്റെ എൻക്വയറി ചെയ്യുന്ന സമയത്ത് ചില കാൻഡിഡേറ്റ്സ് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് നഴ്സിംഗ് രജിസ്ട്രേഷൻ്റെ പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പേപ്പർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറാ രജിസ്ട്രേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷേ അവർക്ക് ക്ലിയർ ഐഡിയ ഇല്ല എന്താണ് മാറാ രജിസ്ട്രേഷൻ. ഇനിയിപ്പോൾ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രൊസീജിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ മാറാ രജിസ്ട്രേഷൻ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് എപ്പോഴും ഒരു കൺസേൺ ആയിട്ട് എല്ലാവർക്കും ഉള്ളിലുള്ളത്. ഡെസ്മ ഇൻ്റർനാഷണലിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് തന്നെ ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ്. 3-4 വർഷം മുമ്പ് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ പ്രോസസ്സിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്ന യൂട്യൂബ് ചാനലൊന്നും ഉണ്ടായിരുന്നില്ല. ഡെസ്മ ഇൻ്റർനാഷണലിൻ്റെ ജേണി നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നത് ഓസ്ട്രേലിയൻ നഴ്സിംഗ് ഡ്രീംസ് എന്നുള്ളൊരു പേരിലാണ്. ആ സമയത്ത് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷനെ പറ്റി പറയുന്ന വേറെ യൂട്യൂബ് ചാനൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നഴ്സസിന് ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്നുള്ളത് ഓസ്ട്രേലിയ ആയതുകൊണ്ട് അവർക്ക് ഇതിൻ്റെ ഇൻഫർമേഷൻ അറിയണം. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതൊരു നഴ്സിംഗ് കോളേജിലാണ്. അങ്ങനെയാണ് ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഒത്തിരി എൻക്വയറീസ് വരാൻ തുടങ്ങി. ഈ നഴ്സസ് അവരുടെ പ്രൊഫൈൽസ് നമ്മൾക്ക് ഹാൻഡ് ഓവർ ചെയ്ത് തരാൻ തുടങ്ങി. ബാക്കിയുള്ള ഏജൻസീസിനെ കോൺടാക്റ്റ് ചെയ്യുന്നതിനേലും നമ്മളെടുത്ത് ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് ആയതുകൊണ്ട് അവർക്ക് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു കൺസേൺ പറയുകയുണ്ടായി. മെയിനായിട്ട് നമ്മളിത് തുടങ്ങാനുള്ള റീസൺ ഇതിൻ്റെ വ്യൂവേഴ്സ് തന്നെയാണ്. ഇപ്പം ഒരു 8,000 മോർ ദാൻ 8,000 സബ്സ്ക്രൈബേഴ്സായിട്ട് നമ്മുടെ ചാനൽ സക്സസ്ഫുള്ളി റണ്ണിങ് ആണ്. ഈ 8,000 എന്ന് പറയുന്നത് ചിലപ്പോൾ ചെറിയൊരു നമ്പർ ആയിരിക്കാം, പക്ഷെ അത് ഫുൾ നഴ്സസാണ്, അവരുടെ ഫാമിലിയാണ്. അപ്പോൾ ഇവരുടെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അപ്രോച്ച് ചെയ്തത്. അങ്ങനെ നമ്മൾ 2023 ജൂലൈയിലാണ് ഡെസ്മയുടെ ഫിസിക്കൽ ഓഫീസായിട്ട് നമ്മൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത്. അതിനു മുമ്പ് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഫ്രീലാൻസിങ് ആയിട്ട് ഒത്തിരി നഴ്സസിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം കുറച്ച് വർഷം ആയിട്ടുള്ളെങ്കിലും മോർ ദാൻ 1000 നഴ്സസാണ് നമ്മൾ ത്രൂ പേപ്പർ വർക്ക് ചെയ്യുന്നത്. അതിലൊത്തിരി ആളുകൾക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി.
ഓസ്ട്രേലിയ എന്നുള്ള ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റി. ഈ ഒരു ചെറിയ കാലയളവിൽ ഒത്തിരി നഴ്സസിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. ഈ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത് വൺസ് അവർ ഓസ്ട്രേലിയയിൽ എത്തിക്കഴിഞ്ഞാൽ യൂഷ്വലി നമ്മളായിട്ടൊരു കോൺടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യം അവർക്ക് അവിടെ വരുന്നില്ല. എന്നിട്ട് പോലും ഇപ്പോഴും ഓൺ എ റെഗുലർ ബേസിസ് നമ്മളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് നമ്മളുടെ മെജോറിറ്റി ഓഫ് ക്ലയൻസ് എന്ന് വെച്ചാൽ. ഇപ്പം എന്താ പറയുക, നമ്മളുടെ ഒരു സക്സസ് മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ക്ലയൻറ്റ് സാറ്റിസ്ഫാക്ഷന് തന്നെയായിരിക്കണം നമ്മൾ ഫസ്റ്റായിട്ടൊരു പ്രിഫറൻസ് കൊടുക്കേണ്ടത്. കാരണം അത്രയും അവർ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണല്ലോ. ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഒന്നും തന്നെ നമ്മളുമായിട്ട് ഇല്ലാഞ്ഞിട്ട് പോലും ഇപ്പോൾ അവരുടെ ആ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനിലെത്തി അവർ വളരെയധികം ഹാപ്പിയാണ്. അവരുടെ ജോലിയായിട്ട് അവരങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് പോലും ഇത്രയും ടൈം സോൺസിൽ ഡിഫറൻസ് ഉണ്ടായിട്ട് പോലും ഇൻ ബിറ്റ്വീൻ നമ്മളുമായിട്ട് സംസാരിക്കാനായിട്ട് അവർ സമയം കണ്ടെത്താറുണ്ട്. അതെ, അവരിപ്പോഴും നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അവർ ഓസ്ട്രേലിയയിൽ എത്തിയതിൽ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അവരുടെ വർക്കിംഗ് കൾച്ചർ ആണെങ്കിലും പേഴ്സണൽ ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും എല്ലാത്തിലും അവർ നല്ല ഹാപ്പിയാണ്. നമ്മളുമായിട്ട് അത് ഷെയർ ചെയ്യാറുമുണ്ട്. നമ്മൾ കാൻഡിഡേറ്റ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് UK-ന്നും അയർലൻഡിൽ ഒക്കെ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരുപാട് നഴ്സസിനെ ഞാൻ കാണാറുണ്ട്. അതിൽ പകുതി ആളുകളും ഓൾറെഡി സിറ്റിസൺഷിപ്പൊക്കെ കിട്ടി എല്ലാ ബെനിഫിറ്റ്സും അവർക്കുള്ള കാൻഡിഡേറ്റ്സാണ്. ഇവരിനി ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഓൾമോസ്റ്റ് ഉള്ളൊരു സേഫ് സോണിൽ നിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ഫ്രം ദ സ്ക്രാച്ച് അവർക്ക് ഇനി സിറ്റിസൺഷിപ്പ് കിട്ടാനായിട്ട് വൺസ് ഓസ്ട്രേലിയ എത്തിക്കഴിഞ്ഞാൽ ഒരു 5 years പിന്നെയും സ്പെൻഡ് ചെയ്യണം. അത്ര പോലും റിസ്ക് എടുത്തിട്ട് ഓസ്ട്രേലിയയിലേക്ക് വരാൻ വേണ്ടിയിട്ട് നഴ്സസ് ഒരുപാട് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. ഈ ഓസ്ട്രേലിയ എന്ന് പറയുന്ന കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് സാലറി തന്നെയാണ്. ഈ പറഞ്ഞ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ അത്യാവശ്യം നല്ല സാലറി ഉണ്ടെങ്കിലും അവർക്ക് കൂടുതൽ പെനാൽറ്റീസും കാര്യങ്ങളും, പെനാൽറ്റീസ് എന്ന് പറയുമ്പോഴേക്കും അഡീഷണൽ അവർ അവേഴ്സിന് വർക്ക് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഓരോ അവേഴ്സിന് അവർക്ക് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കൺട്രീനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് കൂടുതൽ സാലറി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോഴേക്കും പറഞ്ഞില്ലേ, നമ്മുടെ ഒരു കാൻഡിഡേറ്റിന് $49 പെർ അവർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഓസ്ട്രേലിയയിൽ പ്ലേസ്ഡ് ആയപ്പോഴേക്കും. അത് സാധാരണ ഒരു നേഴ്സാണ്. നമ്മുടെ നാട്ടിലും GCC കൺട്രിയിലും വർക്ക് എക്സ്പീരിയൻസ് ഉള്ളൊരു നേഴ്സാണ്. അതേസമയം UK, അയർലൻഡ്, കാനഡ പോലുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ വർക്ക് ചെയ്യുന്ന നേഴ്സസ് ആണെങ്കിൽ അവർക്ക് വലിയ എമൗണ്ട് തന്നെയാണ്, മോർ ദാൻ 50 അല്ലെങ്കിൽ $52 ഓസ്ട്രേലിയൻ ഡോളറൊക്കെ എക്സ്പീരിയൻസ് വെച്ചിട്ട് കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല, കൂടുതലും വേറൊരു റീസൺ കണ്ടുവരുന്നത് ക്ലൈമറ്റ് ഒരു കാര്യമാണ്. ബാക്കിയുള്ള കൺട്രിയിലെന്ന് പറയുമ്പോഴേക്കും ഒരു കോൾഡ് ക്ലൈമറ്റാണ്. ഇപ്പം നമ്മൾ പ്രായമായി വരുന്ന സമയത്താണെങ്കിലും ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിലൊക്കെ അവർക്ക് അത്ര അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റ് അല്ല. ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ ക്ലൈമറ്റ് വൈസ് ഓക്കെയാണ്. നമ്മുടെ ഇന്ത്യ ആയിട്ട് ഏകദേശം അടുത്ത് നിൽക്കുന്ന ഒരു ക്ലൈമറ്റ് ഉള്ള കൺട്രിയാണ്. എല്ലാ സ്ഥലവും ഇന്ത്യൻ ക്ലൈമറ്റ് പോലെയാണെന്നല്ല, എന്നാലും ഇപ്പോൾ ക്വീൻസ്ലാൻഡ് പോലുള്ള സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് തന്നെയാണ്. അപ്പം മെയിനായിട്ട് ഈ പറഞ്ഞ കൺട്രീസിൽ നിന്നൊക്കെ മൈഗ്രേഷൻ നടക്കുന്നതിൻ്റെ റീസൺ സാലറിയും ക്ലൈമറ്റും അതിൻ്റെ ഒരു ഫാക്ടർ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ബാക്കിയുള്ള കൺട്രിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം വൈഫ് നേഴ്സാണെന്ന് വെക്കുക. അപ്പോൾ ഈ നേഴ്സ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഹസ്ബൻഡായിരിക്കും കുട്ടികളെ നോക്കുക. പിന്നെ അവർക്ക് ഓഫുള്ള സമയത്ത്, നേഴ്സിന് ഓഫുള്ള സമയത്ത് ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോകുന്നു, കെയറായിട്ടായിരിക്കും വർക്ക് ചെയ്യണേ. സോ കൂടുതൽ ആളുകളും അങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഇവരുടെ ഒരു ഫാമിലി ആയിട്ടുള്ളൊരു ടൈം കുറവായിരിക്കും. ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, 8 hours ഷിഫ്റ്റാണ്. ഇപ്പോൾ നഴ്സ് ഡ്യൂട്ടിക്ക് പോയിട്ട് തിരിച്ച് വന്നാലും അവർക്ക് കുട്ടികളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഹോളിഡേയ്സിൽ അല്ലെങ്കിൽ നാഷണൽ ഹോളിഡേയ്സിലൊക്കെ ഡബിൾ സാലറിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെനാൽറ്റീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് അഡീഷണൽ പേയ്മെൻറ്റ് ഉണ്ടാവും. ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് അഡീഷണൽ പേയ്മെൻറ്റ് ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ സ്വന്തം സിസ്റ്റർ കേരളത്തിലൊരു വലിയ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് സ്റ്റാഫ് നേഴ്സായിട്ട്. ആളുടെ കാര്യങ്ങൾ ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ അവരുടെ ഷിഫ്റ്റും ബാക്കി വർക്കിംഗ് സ്റ്റൈലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്ക് ടൈമിൽ പോലും അവർക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റാറില്ല. ഇപ്പോൾ ലഞ്ച് ബ്രേക്കിന് പ്രോപ്പറായിട്ട് ആ സമയത്ത് ഫുഡ് കഴിക്കാൻ പറ്റാറില്ല. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓസ്ട്രേലിയ ആണെങ്കിൽ അങ്ങനെയല്ല. അവർക്ക് ആ ഒരു ബ്രേക്ക്, 1/2 hour ബ്രേക്ക് ഉണ്ടെങ്കിൽ ആ ബ്രേക്ക് അവർക്ക് എടുക്കാം. അതെന്തായാലും അവർക്ക് എടുക്കാൻ പറ്റുന്ന ബ്രേക്കാണ്. പിന്നെ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വർക്കിൻ്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നാട്ടിലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓസ്ട്രേലിയ ഭയങ്കര റിലീഫായിട്ടുള്ളൊരു കൺട്രി തന്നെയാണ്. ഇപ്പോൾ UK, അയർലൻഡ്, കാനഡ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇത് മാത്രമല്ല കേട്ടോ, വേറൊരു കാര്യം എനിക്ക് തോന്നിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഓസ്ട്രേലിയൻ സിറ്റിസൺസ് അല്ലെങ്കിൽ അവിടെ ഉള്ള ആളുകളെ നോക്കുവാണെങ്കിൽ നഴ്സിംഗ് എന്ന് പറയുന്ന പ്രൊഫഷനോട് അവർക്ക് അത്രയും അങ്ങ് താല്പര്യമില്ല. അത് തന്നെയാണ് ഓസ്ട്രേലിയയിൽ ഈ നഴ്സിംഗ് ജോബിനെ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് നഴ്സിനെ നമ്മൾ സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിൽ പെടാൻ കാരണം. ഇവർക്ക് അവിടെ ഡൊമസ്റ്റിക്കലി
ഈ ഒരു പർട്ടിക്കുലർ ജോബ് റോളിന് വേണ്ടിയിട്ട് കിട്ടുന്ന ആളുകൾ എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. അതെന്താന്ന് വെച്ചാൽ അവിടുത്തെ അബോറിജിനൽസ്, അവിടെ ജനിച്ച് വളർന്ന ആളുകൾ ഈ ബാച്ചിലർ ഓഫ് നഴ്സിംഗ് ഒന്നും പഠിക്കാറില്ല. ഇപ്പം കുറച്ച് പേര് അത് എടുത്ത് വരുന്നുണ്ട്, ബാച്ചിലർ ഓഫ് നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നേരത്തെ എന്ന് പറഞ്ഞാൽ ഇവരാരും ആ ഒരു ക്വാളിഫിക്കേഷൻ എടുക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട്, പോപ്പുലേഷൻ ഉണ്ട്, വലിയൊരു കൺട്രിയാണ്. സോ അവരുടെ ഹെൽത്ത് കെയർ സിസ്റ്റം അല്ലെങ്കിൽ അവരുടെ ആ ഒരു നീഡ് ഫുൾഫിൽ ചെയ്യാനായിട്ട് ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സസിനെ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷേ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ്സ് അവർ കംപ്ലീറ്റ് ചെയ്യണം. ആപ്ര എന്ന് പറയുന്ന നഴ്സിംഗ് ബോർഡ് ഐക്യുഎൻഎംസിനെ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു നഴ്സിംഗ് ബോർഡാണ്. അവർ രജിസ്ട്രേഷൻ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്തിട്ട് അത് എങ്ങനെ ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് നഴ്സസിന് അച്ചീവ് ചെയ്യാം, അങ്ങനത്തെ എല്ലാ ഗൈഡൻസും അവരുടെ സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഐക്യുഎൻഎംസിനെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൺട്രി വേറെ ഇല്ലയെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പിന്നെ ഇത് കൂടാതെ ഓസ്ട്രേലിയ ഒരു ഡെസ്റ്റിനേഷൻ ആക്കാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നതിൻ്റെ വേറൊരു റീസണാണ് മൈഗ്രേഷൻ, അല്ലേ? മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് വലിയൊരു ഫാക്ടർ തന്നെയാണ്. പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് ജോബ് കിട്ടി സെറ്റിലാവുക എന്നുള്ളതാണ് എല്ലാവരുടെയും സ്വപ്നം. സെറ്റിലാവണം ഇൻ ദ സെൻസ് PR കിട്ടണം അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് കിട്ടണം എന്നാണ്. ഇപ്പോൾ ഫാമിലി ആയിട്ട് PR ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വേറെ കൺട്രി ഇപ്പോൾ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ അവരുടെ സ്പൗസിന് ചെയ്യാൻ പറ്റുന്ന ജോലി എന്താണ്? സാധാരണ നേഴ്സിൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ അവരുടെ സ്പൗസ് ചെയ്യുന്നത് കെയറായിട്ടൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ UK കാര്യം തന്നെ എടുക്കാം. UK നേഴ്സ് പോയാൽ ഒരു 98% നേഴ്സിൻ്റെ സ്പൗസും വർക്ക് ചെയ്യുന്നത് കെയറായിട്ടാണ്. പക്ഷേ ഓസ്ട്രേലിയ അങ്ങനെയല്ല. ഓസ്ട്രേലിയയിൽ സ്പൗസിൻ്റെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുള്ള ജോബ്സ് വർക്ക് ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. IT പ്രൊഫഷണൽസ്, എൻജിനീയേഴ്സ്, ഇപ്പം MBA കഴിഞ്ഞ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കോഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് അവരുടെ ജോബ്, അക്കൗണ്ടൻസ്, അങ്ങനെ വെറൈറ്റി ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റി ഓസ്ട്രേലിയയിലുണ്ട്. അപ്പം അതും കൂടി ഇതിൻ്റെ ഒരു റീസണാണ് ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിന്. ഇപ്പം വേറൊരു എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ, സപ്പോസ് ഇപ്പം ഒരു മെഡിക്കൽ ആയിട്ടുള്ള കോഴ്സാണ് ഒരാൾ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ ആൾക്ക് മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷനോടാണ് താല്പര്യം. പ്രൈമറി ആപ്ലിക്കൻ്റ് വൈഫ് ആണെങ്കിൽ പോലും ഇപ്പം ഈ മെഡിക്കൽ പ്രൊഫഷൻ പഠിച്ച ഒരാൾക്ക് മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലിയാണ് ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ അതിനും ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. ഫുൾ ടൈം വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. അതെ, അതാണ് ഓസ്ട്രേലിയക്ക് ഇപ്പോൾ ഏത് തരത്തിലുള്ള വർക്ക് ആണെങ്കിലും അവിടെ അവൈലബിൾ ആണ്. അത് നമ്മൾ ചെയ്യാൻ റെഡി ആണെങ്കിൽ അത്രയും ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ട്. അപ്പോൾ PR കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഈ നഴ്സസ് സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിലുള്ളതും കൂടി കാരണം കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് PR കിട്ടും. ഇപ്പം ബാക്കിയുള്ള പ്രൊഫഷനെ വെച്ച് നോക്കുമ്പോൾ ഒരു 90-95 പോയിൻറ്റ്സ് ഉണ്ടെങ്കിലൊക്കെയാണ് PR പെട്ടെന്ന് കിട്ടുക. പക്ഷേ ഒരു നഴ്സിനാണെങ്കിൽ മിനിമം 65 പോയിൻറ്റ്സ് മതി. ഇപ്പം നഴ്സിന് മാത്രമല്ല ഏത് പ്രൊഫഷനാണെങ്കിലും 65 പോയിൻറ്റ്സ് മതി. രജിസ്റ്റേർഡ് നഴ്സിനാണെങ്കിൽ അവർക്കൊരു 65 to 70 പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഇടാൻ സാധിക്കും. PR കിട്ടാനുള്ള ചാൻസസും ഉണ്ട്. ഇപ്പോൾ കൂടി പോയി കഴിഞ്ഞാൽ ഒരു 75 അതിനുള്ളിൽ സ്കോറുള്ള ആളുകളാണെങ്കിൽ എങ്ങനെ വന്നാലും ഒരു 18 മന്ത്സിനുള്ളിൽ PR കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം സ്റ്റേറ്റ് ആൻഡ് റീജിയണൽ നോമിനേഷനൊക്കെയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അഡീഷണൽ പോയിൻറ്റ്സ് നോമിനേറ്റഡ് കാറ്റഗറി ആയതുകൊണ്ട് തന്നെ അതും ആഡ് ഓൺ ചെയ്ത് കിട്ടും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു 70 പോയിൻറ്റ്സ് ഉള്ള ഒരാൾക്കാണെങ്കിൽ 75 up to 85 വരെ പോയിൻറ്റ്സ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഇൻ ദാറ്റ് വേ നമുക്ക് PR വേഗം കിട്ടാനും എളുപ്പമായിരിക്കും. ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള വേറൊരു റീസണാണ് സ്പോൺസർഷിപ്പ്. സ്പോൺസർഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു രജിസ്റ്റേർഡ് നഴ്സ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവരത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എംപ്ലോയർ അവർക്ക് വേണ്ടിയിട്ടുള്ള പേയ്മെൻറ്റ്, ലൈക്ക് വിസയുടെ ചാർജ് ആയിക്കോട്ടെ, ലോയറിൻ്റെ പേയ്മെൻറ്റ് ആയിക്കോട്ടെ, ടിക്കറ്റ് ചാർജസ് ആയിക്കോട്ടെ, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ അതും ഒരു റീസണാണ് മൈഗ്രേറ്റ് ചെയ്യുന്നതിന്. ഇപ്പം നമ്മൾ റീസെൻ്റ്ലി നമ്മുടെ പോയ കാൻഡിഡേറ്റ്സിന് $15,000 റീലൊക്കേഷൻ പാക്കേജായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല അതിന് മുമ്പ് പോയ കാൻഡിഡേറ്റ്സിനാണെങ്കിലും ഒരു $9,000 മുതൽ അങ്ങോട്ട് റീലൊക്കേഷൻ പാക്കേജ് കിട്ടുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഓസ്ട്രേലിയയിൽ പോയി സെറ്റിലായി അവരവിടുത്തെ ഒരു ലൈഫ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അവരാരും പിന്നെ നാട്ടിലോ വേറൊരു കൺട്രിയിലേക്കോ തിരിച്ചു പോയി സെറ്റിൽ ആയതായിട്ട് നമുക്ക് അറിയില്ല, അല്ലേ? പോയ ആളുകൾക്കൊക്കെ അവിടെ തന്നെ സെറ്റിൽ ആവണം അല്ലെങ്കിൽ അവിടെ തന്നെ അവരുടെ ബാക്കിയുള്ള ലൈഫ് സ്പെൻഡ് ചെയ്യണം എന്നാണ് ആഗ്രഹം. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനും ബാക്കിയുള്ള പ്രൊഫഷണൽസിനെ അത്രയും സപ്പോർട്ട് കൊടുക്കുന്ന ഒരു കൺട്രിയും കൂടിയാണ് ഓസ്ട്രേലിയ. ഇപ്പം 2020 മാർച്ചിന് മുന്നേ ആയിരുന്നെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിൽ നഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ EPIQRN എന്ന് പറഞ്ഞൊരു ബ്രിഡ്ജിങ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു.
ഇപ്പം 2024 ആയി. ഫ്രം മാർച്ച് 2020 ഓൺവേർഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയർ വ്യത്യാസമാണ്. നമ്മളൊരു 2 ലൈസൻഷ്യർ എക്സാംസ് ക്ലിയർ ചെയ്ത് അലോങ് വിത്ത് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ഓസ്ട്രേലിയ നഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടുക. സ്റ്റിൽ നമ്മൾക്ക് എൻക്വയറി വരുമ്പോൾ ചോദിക്കാറുണ്ട്, ഓസ്ട്രേലിയയിൽ പുതിയ എന്തെങ്കിലും ബ്രിഡ്ജിങ് പ്രോഗ്രാം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള രീതിക്ക് ഒരുപാട് ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സസ് നമ്മളോട് ചോദിക്കുന്ന സിറ്റുവേഷൻസ് വരാറുണ്ട്. അന്നായിരുന്നെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രൊസീജിയറിനെ പറ്റിയിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ വളരെ റെയറായിട്ട് വീഡിയോസ് കിട്ടുള്ളായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഒരുപാട് വീഡിയോസ് കിട്ടുന്നുണ്ട്. എന്നിട്ടും ഈ ഒരു കാര്യത്തിൽ ഡൗട്ട്സ് ഉള്ള ഒരുപാട് കാൻഡിഡേറ്റ്സ് നമുക്ക് കാണാൻ കിട്ടാറുണ്ട്. ഓസ്ട്രേലിയൻ പ്രോസസ്സ് എന്ന് പറയുമ്പോഴേക്കും അതിന് 3 സ്റ്റേജസാണ് വരിക. ഈ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സിൻ്റെ പേര് തന്നെ OBA എന്നാണ്, ഔട്ട്കം ബേസ്ഡ് അസസ്മെൻറ്റ്. അപ്പോൾ ഇത് ആർക്കൊക്കെയാണ് ചെയ്യാൻ പറ്റണതെന്ന് നോക്കുകയാണെങ്കിൽ ബാച്ചിലർ ഓഫ് നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത ആളുകൾ, പോസ്റ്റ് BSc കംപ്ലീറ്റ് ചെയ്ത ആളുകൾ, GNMs വിത്ത് GCAN കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർ, പിന്നെ മാസ്റ്റർ ഓഫ് നഴ്സിംഗ് ആൻഡ് PhD ഈ ഒരു ക്വാളിഫിക്കേഷൻസ് കഴിഞ്ഞ ആളുകളാണെങ്കിൽ അവരെല്ലാവരും രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യാനായിട്ട് എലിജിബിൾ ആണ്. അതിന് ആദ്യം എൻക്ലെക്സിൻ്റെ സ്റ്റെപ്പാണല്ലോ ചെയ്യേണ്ടത്. NCLEX-RN എന്ന് പറഞ്ഞിട്ടുള്ള തിയറി എക്സാം ഉണ്ട്. ആ തിയറി എക്സാം അവർക്ക് പല സെൻറ്റേഴ്സ് ഉണ്ട്, ഇന്ത്യയിൽ തന്നെ കുറേ സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. അവിടെ നിന്ന് അറ്റൻഡ് ചെയ്യുക. അത് ക്ലിയർ ചെയ്തതിന് ശേഷം സെക്കൻഡ് പാർട്ടായ OSCE അറ്റൻഡ് ചെയ്യാം. അപ്പോൾ OSCE എന്ന് പറയുന്ന എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യണതിന് മുമ്പ് വിസയുടെ ആവശ്യമുണ്ട്. വിസിറ്റിംഗ് വിസ അപ്ലൈ ചെയ്ത് അത് കിട്ടിയതിന് ശേഷമാണ് OSCEയുടെ ഡേറ്റ് കാൻഡിഡേറ്റിന് കിട്ടത്തുള്ളൂ. അത് APRA ഡയറക്റ്റാണ് ഡേറ്റ് കൊടുക്കുന്നത്. ആ ഡേറ്റ് ചൂസ് ചെയ്യുക, ഓസ്ട്രേലിയയിലേക്ക് ഫ്ലൈ ചെയ്യുക, എന്നിട്ട് OSCE എക്സാം അറ്റൻഡ് ചെയ്യുക. ഈ 2 എക്സാം അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കോച്ചിങ് എടുക്കുക. കോച്ചിങ് എടുത്തിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. OSCE കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ച് വരണം. തിരിച്ച് വന്നൊരു 2.5-3 മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് വരുള്ളൂ. റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് രജിസ്ട്രേഷൻ പ്രോസസ്സിൻ്റെ ഫൈനൽ പേപ്പർ വർക്കിൻ്റെ സ്റ്റേജിലാണ് ഇംഗ്ലീഷിൻ്റെ റിക്വയർമെൻറ്റ് വരുന്നത്. അപ്പം വേണമെങ്കിൽ നമുക്ക് ആ OSCE കഴിഞ്ഞിട്ടുള്ള വെയിറ്റിംഗ് പീരീഡിലെ ലാംഗ്വേജിൻ്റെ പ്രിപ്പറേഷൻ അങ്ങ് ചെയ്യുവാണെങ്കിൽ ആ ഒരു ടൈം ഗ്യാപ്പ് കവർ ഫില്ലായി കിട്ടും. അതെ, ഒന്നെങ്കിൽ NCLEX കഴിഞ്ഞിട്ട് അവർക്ക് എക്സാം എഴുതാം. കാരണം ബാക്കിയുള്ള ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യങ്ങളും നമ്മളാണല്ലോ ചെയ്യുക. വിസയുടെ കാര്യങ്ങളും ചെക്ക് ലിസ്റ്റൊക്കെ നമ്മളായിരിക്കും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്യുക. അപ്പോൾ ആ ഒരു ടൈമിൽ കാൻഡിഡേറ്റിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് എഴുതാം. ഇനി അതല്ല, അപ്പോൾ എഴുതാൻ താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ ഫൈനൽ പേപ്പർ വർക്കിൻ്റെ സമയത്ത് എഴുതിയാലും മതി. OSCE പാസ്സായി കഴിഞ്ഞിട്ട് പേപ്പർ വർക്ക് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു സമയത്ത് എഴുതാം. അങ്ങനെ ഈ ഒരു 3 സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണുകയാണെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ മനസ്സിലാവും. ഇപ്പോൾ NCLEX-ൻ്റെ എക്സാം എഴുതണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു പേപ്പർ വർക്ക് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് നേരെ പോയിട്ട് എക്സാം എഴുതാൻ പറ്റില്ല. അതിന് ഡിസിഷൻ കിട്ടി ഒരു 2 മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് ആ ഒരു എക്സാം എഴുതാനായിട്ട് സാധിക്കുള്ളൂ. OSCEയുടേത് വിസ വന്നു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാം. പിന്നെ ചില കാൻഡിഡേറ്റ്സിന് എങ്ങനെയാണെന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ പ്രോസസ്സ് എടുത്ത് വെച്ചാൽ മതി. അവർക്ക് ഉടനെ മൈഗ്രേറ്റ് ചെയ്യണം എന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്കാണെങ്കിലും പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് വെക്കാം. എവറി ഇയർ ഈ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഈ ഒരു ലൈസൻസ് റിന്യൂ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അത് നമുക്ക് എത്രയും നാൾ അത് റിന്യൂ ചെയ്ത് വെക്കണോ അങ്ങനെ ഓരോ വർഷം റിന്യൂ ചെയ്ത് വെക്കാം. ജോബിന് കയറണം എന്നില്ല. കാരണം ഈ GCC കൺട്രി അല്ലെങ്കിൽ ഗൾഫ് കൺട്രിയിൽ വർക്ക് ചെയ്യുന്ന നഴ്സസ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അത്യാവശ്യം നല്ല സാലറിയൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് മൈഗ്രേറ്റ് ചെയ്യണം എന്നുള്ളൊരു ഫീല് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം തോന്നുകയാണെങ്കിൽ ആ സമയത്ത് ഈ രജിസ്ട്രേഷൻ യൂസ് ചെയ്തിട്ട് അവർക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പാത്വേ ആയിട്ട് നേരത്തെ രജിസ്ട്രേഷൻ എടുത്ത് വെക്കുന്ന ഒത്തിരിയും കാൻഡിഡേറ്റ്സ് ഉണ്ട്. ഡെസ്മ ഇൻ്റർനാഷണലിൻ്റെ കോച്ചിങ് അസിസ്റ്റൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ NCLEX-RNനും നമുക്ക് കോച്ചിങ് അവൈലബിൾ ആണ്. OSCEക്കും കോച്ചിങ് അവൈലബിൾ ആണ്. NCLEX-RNത് നമുക്ക് നാട്ടിൽ നിന്നൊരു ടീമാണുള്ളത്. ഇന്ത്യയിലെ നമ്പർ 1 കോച്ചിങ് സെൻറ്റർ ആണ്. സോ നമ്മുടെ കാൻഡിഡേറ്റ്സൊക്കെ അവിടെ തന്നെയാണ് പഠിക്കുക. നാട്ടിൽ നിന്ന് കോച്ചിങ് എടുക്കണം എന്ന് പറയുന്നവർ നമ്മൾ അവിടെയാണ് സജസ്റ്റ് ചെയ്യുക. അവരുടെ പേപ്പർ വർക്കും ചെയ്യുന്നത് ഡെസ്മ തന്നെയാണ്. ഇപ്പം നാട്ടിൽ നിന്ന് പറയുമ്പം പ്രത്യേകിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ലോക്കലി ഒരുപാട് തിയറിറ്റിക്കൽ നോളജ് മാത്രം വെച്ചിട്ട് ട്രെയിൻ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. NCLEX-RN OSCE ആണെന്നുണ്ടെങ്കിൽ. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ട്രെയിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഈ ഒരു എക്സാം ക്ലിയർ ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നഴ്സസ് ആണ് ഇവരുടെ കോച്ചിങ് എടുക്കുന്നത്. അതെ അതെ, നാട്ടിൽ നിന്ന് പറഞ്ഞാലും അവർ ഓൾറെഡി NCLEX എഴുതി പാസ്സായി. അവർക്ക് ആ ഒരു നോളജ് ഉള്ള ടീം തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ട്രെയിനിങ്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്നുള്ളതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഈ ഒരു ഗൈഡൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കോച്ചിങ്ങിൻ്റെ. അതല്ലാതെ ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നത് അവിടുത്തെ RNs കൊടുക്കുന്ന കോച്ചിങ്ങാണ്. അതും നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ 2 കോച്ചിങ്ങാണ് NCLEX-RN വേണ്ടിയിട്ട്. OSCE എന്ന് പറയുന്നതിൻ്റെ കാര്യം പറയുമ്പോൾ പ്രാക്ടിക്കൽ എക്സാമാണ്.
ഏകദേശം ഒരു 2-2.25 ലക്ഷം രൂപ മുടക്കി എഴുതുന്ന ഒരു എക്സാമാണ് ഓസ്കി, പ്രാക്ടിക്കൽ എക്സാം. അപ്പോൾ അതിന് കുറേ സെനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ മാക്സിമം കാൻഡിഡേറ്റ്സിൻ്റെ അടുത്ത് ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെ കോച്ചിങ് എടുക്കാനേ പറയാറുള്ളൂ. ഇപ്പോൾ ഇത് പറയുമ്പോഴേക്കും ഒരു എക്സാമ്പിൾ ഉണ്ട്. നമ്മുടെ ഒരു ഗൾഫ് കൺട്രിയിലുള്ള ഒരു കാൻഡിഡേറ്റാണ്. ആൾ എൻക്ലെക്സാരൻ തന്നെ പഠിച്ച് പാസ്സായ ഒരാളാണ്, വേറെ കോച്ചിങ് ഒന്നും എടുത്തിട്ടില്ല. എൻക്ലെക്സ് തന്നെ പഠിച്ചു. ഓസ്കിയുടെ ആ ഒരു സ്റ്റേജ് ആയപ്പോഴേക്കും നമ്മൾ പറഞ്ഞു ഓസ്ട്രേലിയയിൽ നിന്നുള്ള കോച്ചിങ് എടുക്കാൻ. നമ്മുടെ കാൻഡിഡേറ്റ്സ് എല്ലാവരും അവിടെ നിന്ന് തന്നെയാണ് എക്സാം അറ്റൻഡ് ചെയ്യണേ, കോച്ചിങ് എടുത്ത് എക്സാം അറ്റൻഡ് ചെയ്യണേന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ ലീവും കുറച്ച് പ്രശ്നമായിരുന്നു. പിന്നെ നാട്ടിൽ എന്തോ ആവശ്യത്തിന് വരേണ്ടി വന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് കോച്ചിങ് എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായി. കുറേ പ്രാവശ്യം നമ്മൾ കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കി. ടച്ച് വുഡ് നമുക്ക് ഇതുവരെ ഓസ്കിക്ക് ആരും ഫെയിൽ ആയിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നാട്ടിൽ നിന്നാണ് കോച്ചിങ് എടുത്തത്. പല ലോക്കൽ സെറ്റപ്പിൽ ഇപ്പം നാട്ടിൽ കോച്ചിങ് അവൈലബിൾ ആണ്. എൻക്ലെക്സാറിൻ്റെ ഓസ്കി നോക്കുവാണെങ്കിൽ ഓൺലൈനായിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിൽ വിശ്വസിക്കുന്ന ആളുകൾ ശരിക്കും പറഞ്ഞാൽ പ്രാക്ടിക്കൽ എക്സാമിനേഷന് വേണ്ടി ഓൺലൈൻ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അത് എത്രത്തോളം സക്സസ്ഫുൾ ആണെന്നുള്ളതിൻ്റെ കാര്യം സംശയമാണ്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ നിന്ന് ഇപ്പോഴും മൈഗ്രേഷൻ നടക്കുന്നുണ്ട്. ഈവൻ സിറ്റിസൺഷിപ്പ് കിട്ടിയ ആളുകൾ വരെ ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സർവീസ് എടുക്കാറുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ തന്നെ അവിടുത്തെ ക്ലൈമറ്റാണ്. ക്ലൈമറ്റ് വലിയൊരു ബുദ്ധിമുട്ടാണ്. കുട്ടികൾക്കാണെങ്കിലും വലിയ ആളുകൾക്കാണെങ്കിലും പ്രായമായി വരുംതോറും തണുപ്പുള്ളൊരു സ്ഥലത്ത് സ്റ്റേ ചെയ്യാന്നുള്ളത് അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സിറ്റിസൺഷിപ്പ് കിട്ടി അത്യാവശ്യം നല്ല പാക്കേജ് ആയിട്ടുള്ള ആളുകൾ വരെയും ഓസ്ട്രേലിയൻ പ്രോസസ്സ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഡയറക്റ്റ് പ്രോസസ്സ് ചെയ്യാൻ തന്നെയാണ് അവർ വരുന്നത്. നമ്മളിപ്പം ഈ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തപ്പം എടുത്തൊരു മെയിൻ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ കോംപ്ലെക്സ് ആണോ അതോ സിംപ്ലിഫൈഡ് ആണോ എന്നുള്ളതിനെ പറ്റിയിട്ടായിരുന്നു നമ്മൾ ഈ ഒരു എൻറ്റയർ ഡിസ്കഷൻ ഇപ്പം പ്രൊസീഡ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞ ബെനിഫിറ്റ്സ്, ഇപ്പോൾ PR റിലേറ്റഡ് ആണെങ്കിലും ക്ലൈമറ്റ് റിലേറ്റഡ് ആണെങ്കിലും ലാംഗ്വേജ് റിക്വയർമെൻറ്റിൻ്റെ ഓരോ അഡ്വാൻറ്റേജസ് ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ ഒരു എൻറ്റയർ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മേ ബി ഇത്രയും ഫാക്ടേഴ്സ് തന്നെ ധാരാളമാണ് അല്ലേ ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ സിമ്പിളാണ് എന്നുള്ളത് എന്താ പറയുക ഒരു ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടി. അതെ, ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്താണെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഈ വീഡിയോ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഓവർസീസ് മൈഗ്രേഷൻ നോക്കുന്ന നഴ്സസ് ആണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഡെസ്മ ഇൻ്റർനാഷണലിനെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ എക്സ്പേർട്ട് ടീം നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതാണ്.